നിങ്ങളുമായിട്ട് പങ്കിടുവാനും ലഭിച്ച അവസരത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ലോകം മുഴുവനും കർത്താവിൻ്റെ സുവിശേഷം അറിയിക്കണമെന്ന് കർത്താവ് കൽപ്പിച്ചു. കർത്താവ് ജനിക്കുന്ന സമയത്ത് സ്വർഗത്തിൽ നിന്ന് ഒരു മാലാഖ പ്രത്യക്ഷപ്പെട്ട ഇടയ കൂടാരത്തിൽ താമസിച്ചിരുന്ന ഒരു പറ്റം ഇടയന്മാരോട് ലോകരക്ഷകൻ ജനിച്ചു എന്ന് അറിയിച്ചു. ഒരു പക്ഷേ അതൊരു ബാച്ചിലേഴ്സിന്റെ കൂടാരമായിരുന്നിരിക്കാം. അതിനാണ് സാധ്യത. ആടിനെ തീറ്റുന്നതിനോടുള്ള ബന്ധത്തിൽ വീടൊക്കെ വിട്ട് അവിടെ ഇവിടങ്ങളിൽ ചെറിയ ടെന്റ് അടിച്ച് താമസിക്കുന്ന ഇടയന്മാരാണ് അവരെയാണ് ദൈവം തമ്പുരാൻ ആദ്യം ഈ മെസ്സേജ് അറിയിച്ചത്. രണ്ടാമത് അറിയിച്ചത് വിദ്വാൻമാരെയാണ്. പക്ഷേ വിദ്വാൻമാരെ അറിയിച്ചത് വേറൊരു രീതിയിലാണ്. നിങ്ങളൊരു പക്ഷെ വായിച്ചിട്ടുണ്ടാവും, നക്ഷത്രം കണ്ടതുകൊണ്ടാണ് വിദ്വാൻമാർ യേശുവിൻ്റെ ജനനം അറിഞ്ഞത്. നക്ഷത്രം കണ്ടാൽ എല്ലാവർക്കും അതിൻ്റെ അർത്ഥം മനസ്സിലാകത്തില്ല. വിദ്യാഭ്യാസമുള്ളൊരു സമൂഹത്തിന് ദൈവം രക്ഷകനെ കുറിച്ചുള്ള അറിവ് കൊടുത്തു. പക്ഷെ അത് വേറൊരു രീതിയിലാണ്. ജസ്റ്റ് ഒരു ഐഡിയ മാത്രമേ കൊടുത്തുള്ളൂ. ബാക്കി ബുദ്ധി ഉപയോഗിച്ചും അവർക്കുള്ള വിദ്യാഭ്യാസവും സാമ്പത്തികവും ഉപയോഗിച്ച് ആയിരക്കണക്കിന് മൈലുകൾ യാത്ര ചെയ്ത് അവർ രക്ഷകനെ കണ്ടു. അവർക്കതിനുള്ള കഴിവുള്ളത് കൊണ്ട് ദൈവം അങ്ങനെയാണ് അവരെ അത് അറിയിച്ചത്. എന്നാൽ ആട്ടിടയന്മാർ അതിനുള്ള കഴിവില്ലാത്തവരാണ്. വിദ്യാഭ്യാസമോ സാമ്പത്തിക ഭദ്രതയോ ഇല്ലാത്ത ആ പാവപ്പെട്ടവരെ നക്ഷത്രത്തിലൂടെ ഈ മെസ്സേജ് അറിയിക്കാൻ പറ്റാത്തത് കൊണ്ട് ദൈവം എന്തു ചെയ്തു എന്നറിയാമോ? സാക്ഷാൽ മാലാഖമാരെ ഇടയ കൂടാരത്തിലേക്ക് അയച്ചു. ഇടയ കൂടാരം ഒരിക്കലും ഒരു വീടല്ലെന്ന് നിങ്ങൾക്കറിയാം. അതൊരു ടെന്റാണ്. ബാച്ചിലേഴ്സ് താമസിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടേക്ക് ദൈവം ദൂതന്മാരെ അയച്ചു. ലോകത്തിലെ വാർത്തകളൊന്നും അറിയാത്ത ഒരു കൂട്ടം ആളുകൾ, ഭരണം മാറിയാലോ, പുതിയ വാഹനങ്ങൾ ഇറങ്ങിയാലോ, പുതിയ മൊബൈൽ ഇറങ്ങിയാലോ, പുതിയ കമ്പ്യൂട്ടർ വന്നാലോ ഒന്നും അറിയാത്ത ഒരു കൂട്ടം ആളുകളാണ് ഈ ക്യാമ്പിൽ താമസിച്ചിരുന്ന ഇടയന്മാർ. അവർക്ക് വാർത്താ മാധ്യമങ്ങളില്ല. എന്നാൽ ഇന്ന് നമുക്കതൊക്കെ ഉണ്ട്. അതൊന്നുമില്ലാത്ത ആ കാലത്ത് യേശുതമ്പുരാൻ ജനിച്ച കാര്യം അവർക്ക് അറിയാൻ ഒരു വഴിയില്ല. അതുകൊണ്ട് ദൈവം തൻ്റെ ദൂതന്മാരെ നേരിട്ട് ആ സ്ഥലത്തോട്ട് അയച്ചു. അവരവിടെ ചെന്ന് രക്ഷകൻ ജനിച്ചിരിക്കുന്നു എന്നവരെ അറിയിച്ചു. ദൈവത്തിൻ്റെ പ്രത്യേക കരുണയെക്കുറിച്ച് നിങ്ങളോട് പറയുവാൻ എനിക്ക് ആഗ്രഹമാണ്. എല്ലാ സമൂഹത്തിലുള്ളവരും കർത്താവിൻ്റെ ജനനം അറിയണം. സമ്പന്നരും ദരിദ്രരും അറിയണം. പണ്ഡിതരും പാമരരും അറിയണം. എല്ലാ ജനവിഭാഗങ്ങളും അറിയണം. എല്ലാ സംസ്കാരങ്ങളിൽപ്പെട്ടവരും അറിയണം. ചെറിയ വീട്ടിൽ താമസിക്കുന്നവൻ അറിയണം. വലിയ കൊട്ടാരത്തിൽ താമസിക്കുന്നവൻ അറിയണം. അങ്ങനെ യേശു കർത്താവിന്റെ ജനനം എല്ലാ സമൂഹത്തെയും അറിയിച്ചതായിട്ട് തിരുവചനത്തിൽ കാണാം. അതിനുശേഷം അവരിൽ കൂടെ മറ്റു പലരും അറിയാത്തവർ. എന്നാൽ
ക്രിസ്തുനാഥന്റെ മരണത്തിനും ഉയർത്തെഴുന്നേൽപ്പിനും ശേഷം വീണ്ടും ഈ വാർത്ത അറിയിക്കണം എന്ന വലിയ പ്രോജക്റ്റ് കർത്താവായ യേശു തന്റെ ശിഷ്യന്മാരെ വരമേൽപ്പിച്ചു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 28-ാമത്തെ അധ്യായത്തിൽ ആ കാര്യം നിങ്ങൾക്ക് വായിക്കാൻ കഴിയും. അതിങ്ങനെയാണ്. മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം. എന്നാൽ 11 ശിഷ്യന്മാർ ഗലീലയിൽ യേശു അവരോട് കൽപ്പിച്ചിരുന്ന മലയിലേക്ക് പോയി. അവനെ കണ്ടപ്പോൾ അവർ നമസ്കരിച്ചു, ചിലരോ സംശയിച്ചു. യേശു അടുത്തു ചെന്നു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കുവാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുകയും ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്ന് അരുളിച്ചു. നോക്കൂ, യേശു കർത്താവ് ജനിക്കുന്ന സമയത്ത് മാലാഖമാരെ വിട്ട് 1-2 സ്ഥലങ്ങളിൽ കർത്താവിന്റെ ജനനം അറിയിച്ചു. എന്നാൽ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്യുന്ന സമയത്ത് തന്റെ ശിഷ്യന്മാരെ വിളിച്ചിട്ട് പറയുകയാണ്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോകണം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കണം. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ പ്രമാണിപ്പാൻ തക്കണം ഉപദേശിച്ചുകൊണ്ട് സകലരെയും ശിഷ്യരാക്കണം. ഈ കാര്യം വീണ്ടും എഴുതിയിരിക്കുന്നത് മർക്കോസാണ്. അതുകൂടെ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കും. അതിങ്ങനെയാണ്. മർക്കോസ് 16:15. പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുകയും വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. ഒന്നുകൂടി ഞാൻ ആ വാക്യം വായിക്കട്ടെ. പിന്നത്തേതിൽ 11 ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അവർക്ക് പ്രത്യക്ഷനായി. തന്നെ ഉയർത്തെഴുന്നേറ്റവരായി കണ്ടവരുടെ വാക്ക് വിശ്വസിക്കായിയാൽ അവരുടെ അവിശ്വാസത്തെയും ഹൃദയകാഠിന്യത്തെയും ശാസിച്ചു. പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുകയും വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ ശേഷം പറഞ്ഞിരിക്കുന്ന ഈ കാര്യമാണ് ഇപ്പോൾ ലോകം മുഴുവനും നടന്നുകൊണ്ടിരിക്കുന്നത്. ഭൂലോകത്തിലൊക്കെയും പോകാൻ കർത്താവ് പറഞ്ഞത് 12 പേരോടാണ്. അതിലൊരാൾ കുറഞ്ഞുപോയി, 11 പേരേ ഉള്ളൂ. നടക്കാൻ ഒരു സാധ്യതയുമില്ലാത്ത കാര്യം, നടക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു വലിയ പ്രോജക്റ്റാണ് കർത്താവ് ഇവരുടെ മുമ്പിൽ വെച്ചത്. അവരെ കൊണ്ടത് കഴിയും എന്ന് അവർ വിചാരിച്ചില്ല. പക്ഷേ ഇന്നിപ്പോൾ 2013 വർഷം കഴിഞ്ഞു, ഈ ദൗത്യം തുടർന്നുകൊണ്ടിരിക്കുന്നു. അന്ന് 11 പേര് ഏറ്റെടുത്ത ആ ദൗത്യം ഇന്ന് ലക്ഷക്കണക്കിന് ആളുകൾ ശിരസാ വഹിച്ചുകൊണ്ട് ഭൂലോകം മുഴുവൻ സുവിശേഷത്തിന്റെ ദൂത് അറിയിച്ചുകൊണ്ടിരിക്കുന്നു. സഹോദരങ്ങളെ, ഞാൻ ലോകത്തിലെ 15-ലധികം രാജ്യങ്ങൾ സഞ്ചരിച്ചിട്ടുണ്ട്. അവിടെയെല്ലാം ബൈബിൾ ഉണ്ട്, അവിടെയെല്ലാം സുവിശേഷങ്ങൾ ഉണ്ട്, അവിടെയെല്ലാം ഇതേപോലെ കൈകൊട്ടുന്ന, ഇതേപോലെ തുള്ളിച്ചാടി പാട്ടുപാടുന്ന, ഇതേപോലെ ദൈവത്തെ ആരാധിക്കുന്ന, യേശുവേ എന്ന് വിളിക്കുന്ന, കർത്താവേ അങ്ങ് നല്ലവനെന്ന് പാടുന്ന വലിയവരെയും ചെറിയവരെയും എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇംഗ്ലണ്ടിൽ നടന്ന യോഗത്തിൽ ഹോളി ഹോളി എന്ന പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ 5 ഏക്കറോളം വരുന്ന വലിയ പള്ളിയുടെ
സ്ഥാപകനായ സായിപ്പ് മിഷണറി പുറകിൽ നിന്ന് പാട്ട് പാടിക്കൊണ്ടിരുന്ന ആ മനുഷ്യൻ, പാട്ട് കേട്ടുകൊണ്ടിരുന്ന ആ മനുഷ്യൻ, മലയാളികളായ ഞങ്ങൾ റെന്റിനെടുത്ത് ആ ചർച്ച വാടകയ്ക്ക് എടുത്ത് ഒരാഴ്ചത്തെ മീറ്റിംഗ് നടത്തുകയായിരുന്നു. ആ സായിപ്പ് ഇത് കാണാൻ വേണ്ടി വന്നതാണ്. ആ പാട്ട് കേട്ടുകൊണ്ട് അയാൾ നടന്നു വന്ന് തറയിൽ മുട്ടുകുത്തിയിട്ട് അയാളെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കർത്താവിനെ ആരാധിക്കുന്ന കണ്ടപ്പോൾ ഞാൻ വളരെ വിനയപ്പെടാനിടയായി തീർന്നു. ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കുമെന്ന് കർത്താവ് പറഞ്ഞത് ഇന്ന് ഈ ആധുനിക തലമുറയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. എല്ലാം വിരൽത്തുമ്പിലുള്ള, വിദ്യാഭ്യാസമുള്ള, ചന്ദ്രനിൽ പോകാൻ കഴിഞ്ഞ, ഇന്റർനെറ്റിലൂടെ ലോകം മുഴുവൻ കാണാൻ പറ്റുന്ന ഈ ബുദ്ധിമാനായ മനുഷ്യന് ആരാധിക്കുവാൻ ഒരു നാമമേ ഉള്ളൂ, പാടുവാൻ ഒരു നാമമേ ഉള്ളൂ, പ്രശംസിക്കുവാൻ ഒരു നാമമേ ഉള്ളൂ, വിശ്വസിക്കുവാൻ ഒരു നാമമേ ഉള്ളൂ. അത് യേശുവിന്റെ നാമമാണ്. ഇന്ന് രാത്രിയിൽ ഇവിടെ ഈ കൊച്ചു മുറിക്കകത്ത് അല്പം ചൂടുള്ള അന്തരീക്ഷത്തിൽ ഈ പ്രയറിൽ നിങ്ങൾ പങ്കെടുക്കുമ്പോൾ ഇതൊരു ചെറിയ കൂട്ടമാണെന്ന് നിങ്ങൾ ധരിക്കരുത്. ലോകം മുഴുവനുള്ള ഒരു വലിയ ജനം ആരാധിക്കുന്ന കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാൻ, പാടുവാൻ, പുകഴ്ത്തുവാൻ, പ്രസംഗിക്കുവാൻ, കേൾക്കുവാൻ ദൈവം തന്ന അവസരത്തിന് കൈകൾ ഉയർത്തി നമുക്ക് ഹല്ലേലൂയ പറയാം. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പുസ്തകം വിലയേറിയതാണ്. ആകാശം മാറിപ്പോകും, ഭൂമി മാറിപ്പോകും, ഈ വചനത്തിനോ മാറ്റമില്ല. ഇത് സത്യമാണ്, ഇത് നിത്യമാണ്, ഇത് ജീവനാണ്, ഇത് സൗഖ്യമാക്കുന്നതാണ്, ഇത് ബലപ്പെടുത്തുന്നതാണ്. ഇത് ധ്യാനിക്കുന്നവൻ ആരോഗ്യം പ്രാപിക്കും, അവന് വിശുദ്ധ ജീവിതം ഉണ്ടാകും, അവന്റെ കണ്ണുകൾ തുറക്കും, അവൻ നിത്യതയുടെ ദർശനം ഉണ്ടാകും. നശിച്ചു പോകുന്ന ഈ ലോകത്തിനപ്പുറത്തേക്ക് അവന്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നതാണ് ഈ വചനം. വചനത്തെ കുറിച്ച് വചനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: നിന്റെ വചനം സത്യമാകുന്നു, അത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. അതെ, ഈ വചനം പ്രസംഗിക്കുവാൻ ലഭിച്ച അവസരത്തിന് ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു. ഇവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: നിങ്ങൾ ഭൂലോകത്തിൽ ഒക്കെയും പോകണം. അതെ, എല്ലാ ജാതി വിഭാഗങ്ങളുടെ ഇടയിലും, എല്ലാ ഭാഷക്കാരുടെ ഇടയിലും, എല്ലാ സംസ്കാരത്തിലും ഈ സന്ദേശം പ്രസംഗിക്കുവാൻ ദൈവം അവസരങ്ങളെ ഒരുക്കുന്നു. അബുദാബിയിൽ നടന്ന യോഗത്തിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പങ്കെടുത്തപ്പോൾ നേപ്പാളിൽ നിന്നുള്ളവരും അതേപോലെയുള്ള പരിസര രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ 11 പേര് അന്ന് അവിടെ സ്നാനപ്പെടുന്നത് കാണാൻ എനിക്ക് ഇടയായി. അതെ, അബുദാബിയിൽ നിന്ന് സഹോദരന്മാരും ഇവിടെ വന്നിട്ടുണ്ട്, അവർക്ക് പ്രത്യേകം വന്ദനം ചെയ്യുന്നു. എല്ലാ ഭാഷക്കാരുടെയും, എല്ലാ വംശക്കാരുടെയും, എല്ലാ സംസ്കാരക്കാരുടെ ഇടയിലും ഈ സുവിശേഷം എത്തിക്കൊണ്ടിരിക്കുന്നതിനാൽ ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു. കർത്താവ് ഇവിടെ പറഞ്ഞ ഈ ഉപദേശത്തിന്റെ, ഈ സന്ദേശത്തിന്റെ വ്യാപ്തി എത്ര വലുതാണ് എന്ന് നിങ്ങൾക്ക് അറിയാമോ? കർത്താവ് ഇവിടെ പറഞ്ഞ ഈ പ്രസ്താവനയുടെ വലിപ്പം നിങ്ങൾക്കറിയാമോ? ഞാനത് നിങ്ങളെ ഒന്ന് വിവരിച്ച് കേൾപ്പിക്കാം. മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിൽ നിന്ന് ഞാൻ വായിച്ച വളരെ പഴക്കം ചെന്ന, സുപരിചിതമായ, പറഞ്ഞു പഴകിയ ഈ വേദഭാഗത്തു നിന്ന് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഓർപ്പിക്കാം. ഒന്ന്, കർത്താവ് പറഞ്ഞ ഈ കാര്യം തന്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷമാണ് പറഞ്ഞത്. കർത്താവ് ജനിച്ച് മരിച്ച് ജോസഫ് എന്ന മനുഷ്യന്റെ കല്ലറയിൽ അടക്കിയ കാര്യം ഇതേ മത്തായി എഴുതിയിട്ടുണ്ട്. ലോകത്തിൽ ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ചരിത്രം മരണം കഴിഞ്ഞ് തുടരുന്നുണ്ടോ? മരണം കഴിഞ്ഞ് ഒരു മനുഷ്യന്റെ ചരിത്രം തുടരുന്നില്ല. മരണത്തോടുകൂടെ അയാളുടെ ചരിത്രം അവസാനിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 27-ാം അധ്യായം 45 മുതൽ ഞാൻ വായിക്കാം. 6-ാം മണി നേരം മുതൽ 9-ാം മണി നേരം വരെ ദേശത്തെല്ലാം ഇരുട്ടുണ്ടായി. എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് 12 മണി മുതൽ 3 മണി വരെയുള്ള സമയത്താണ് ക്രിസ്തുവിന്റെ ക്രൂശ് മരണം, പലസ്തീനിലെ ക്ലോക്ക് അനുസരിച്ച്. ആ നട്ടുച്ച സമയത്ത് പെട്ടെന്ന് കൂരിരുട്ട് അവിടെ വ്യാപിച്ചു. ഏകദേശം ഉച്ചയ്ക്ക് 3 മണി നേരത്തെ യേശു ഏലോഹി ഏലോഹി ലമ്മ ശബക്താനി എന്ന് ഉറക്കെ നിലവിളിച്ചു. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത് എന്നർത്ഥം. അവിടെ നിന്നവരിൽ ചിലർ അത് കേട്ടിട്ട് അവൻ ഏലിയാവെ വിളിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവരിൽ ഒരുത്തൻ ഓടി ഒരു സ്പോങ് എടുത്ത് പുളിച്ച വീഞ്ഞ് നിറച്ച്
ഓടത്തട്ടിന്മേലാക്കി നമ്മുടെ കർത്താവിനെ കുടിപ്പാൻ കൊടുത്തു. ശേഷമുള്ളവർ നിൽക്കുക, ഏലിയാവ് അവനെ രക്ഷിക്കാൻ വരുമോ എന്ന് നോക്കാമെന്ന് പറഞ്ഞു. യേശു പിന്നെയും ഉറക്കെ നിലവിളിച്ചു, പ്രാണനെ വിട്ടു. യേശു പിന്നെയും ഉറക്കെ നിലവിളിച്ചു, പ്രാണനെ വിട്ടു. ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു മരുന്നും അയാൾക്ക് എഫക്ട് ചെയ്യത്തില്ല, ഒരു ഇഞ്ചക്ഷനും ആ ശരീരത്തിൽ കയറത്തില്ല, ഒരു ഗുളികയും പ്രയോജനപ്പെടുന്നില്ല. ഇനിയും ദുഃഖത്തോടുകൂടെ ഒരു ശവക്കുഴിയിലേക്ക് ഇറക്കുകയോ ഒരു ചിതയിൽ വെച്ച് തീ കത്തിക്കുകയോ അല്ലാതെ ഈ മനുഷ്യനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അയാൾ രാജാവാണെങ്കിലും, അയാൾ ഡോക്ടറാണെങ്കിലും, അയാൾ എഞ്ചിനീയർ ആണെങ്കിലും, അയാൾ ശാസ്ത്രജ്ഞനാണെങ്കിലും, ജീവൻ പോയാൽ വെറും നാറുന്ന ഒരു സാധനമാണ്. എൻ്റെ നിങ്ങളുടെ ഈ ശരീരം ഇത്രയേ ഉള്ളൂ. യേശു പ്രാണനെ വിട്ടു. എന്നെപ്പോലെ നിങ്ങളെപ്പോലെ ഒരു ഡെഡ് ബോഡിയായി യേശു തീർന്നു. അപ്പോൾ മന്ദിരത്തിലെ തിരശ്ശീല മേൽത്തൊട്ടടിയോളം രണ്ടായി ചീന്തിപ്പോയി. ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, കല്ലറകൾ തുറന്നു. ഇതെല്ലാം ചില അത്ഭുതങ്ങളാണ്. വേറൊരു മരണത്തിൽ ഇങ്ങനെയൊന്നും നടന്നിട്ടില്ല. ക്രിസ്തു മരിക്കുമ്പോൾ തൊട്ടടുത്തുള്ള യെരുശലേമിലെ ദേവാലയത്തിനകത്ത് കിടന്ന ഒരു വലിയ തിരശ്ശീല കീറിപ്പോയി. എന്താണ് അതിന്റെ അർത്ഥം? ദേവാലയത്തിലെ തിരശ്ശീലയുടെ അർത്ഥം പുരോഹിതന്മാർക്ക് പ്രവേശിക്കാനുള്ള സ്ഥലമാണ് തിരശ്ശീലയുടെ അകം. തിരശ്ശീലയ്ക്ക് മുൻപിലുള്ള സ്ഥലം പാവപ്പെട്ട സാധാരണ വിശ്വാസികൾക്കുള്ളതാണ്. യേശുക്രിസ്തു മരിച്ചപ്പോൾ ഈ തിരശ്ശീല മുകളിൽ നിന്ന് താഴെ വരെ കീറിപ്പോയി. അർത്ഥം എന്താണെന്നറിയാമോ? പുരോഹിതനും ജനങ്ങളും തമ്മിലുള്ള വ്യത്യാസം അവസാനിച്ചു, അകലം തീർന്നു. മനുഷ്യന് ദൈവസന്നിധിയിലോട്ട് അടുത്തു വരാൻ യേശുക്രിസ്തുവിന്റെ മരണത്താൽ സാധിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. തീർന്നില്ല. ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു. ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും ഈ സംഭവം ബാധിക്കുന്നു എന്നാണ് ഭൂമി കുലുങ്ങിയതിന്റെ അർത്ഥം. ഏത് രാജ്യക്കാരനെയും ബാധിക്കത്തക്കവണ്ണമുള്ള ഒരു കുലുക്കം അന്ന് ഉണ്ടായി. എന്താ നടന്നത്? എന്തോ ഒന്ന് നടന്നു എന്ന് എല്ലാവരും അറിയത്തക്കവണ്ണം ഒരു കുലുക്കം അവിടെ നടന്നു. പാറ പിളർന്നു എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ഹൃദയത്തെ കട്ടിയായ മനസ്സലിയാത്ത കഠിന ഹൃദയരെ വിളിക്കുന്നതാണ് പാറ പോലെയുള്ള ഹൃദയമെന്ന്. അതെ, ഏത് പാറ പോലെയുള്ള ഹൃദയവും തകരുന്ന സ്ഥലമാണ് ക്രിസ്തുവിന്റെ മരണത്തെ കുറിച്ചുള്ള ചിന്ത. അതെ, ഇങ്ങനെ ലോകത്തെ മുഴുവനും ഞെട്ടിപ്പിച്ചുകൊണ്ട്, മതങ്ങളെ മുഴുവനും വിറപ്പിച്ചുകൊണ്ട് യേശു കർത്താവ് കുരിശിൽ മരിക്കുന്നു. തുടർന്ന് എന്ത് സംഭവിക്കുന്നു? ഞാൻ വായിച്ചു കേൾപ്പിക്കാം. അവരെല്ലാവരും ചേർന്ന് കർത്താവിന്റെ ശവമടക്കാനായിട്ട് ശ്രമിക്കുന്നു. കർത്താവിനെ അവരൊരു ശീലയിൽ പൊതിഞ്ഞ്, വാക്യം 57, സന്ധ്യയായപ്പോൾ അരിമത്യക്കാരനായ യോസേഫ് എന്ന ധനവാൻ, യേശുവിന്റെ ശിഷ്യനായിരുന്നു, അവൻ വന്ന് ആ ശരീരം ചോദിച്ചു മേടിച്ചു. അതെടുത്ത് ഒരു നിർമ്മല ശീലയിൽ പൊതിഞ്ഞു. താൻ പാറയിൽ വെട്ടിച്ചിരുന്ന പുതിയ കല്ലറയിൽ വെച്ചു. കല്ലറയുടെ വാതിൽക്കൽ ഒരു വലിയ കല്ല് ഉരുട്ടി വെച്ചിട്ട് പോയി. ഇത്രയും കാര്യം നടന്നതാണ്. 28-1 ശബത്ത് കഴിഞ്ഞ് ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം വെളുക്കുമ്പോൾ മഗ്ദലക്കാരത്തി മറിയയും മറ്റേ മറിയയും കല്ലറ കാണുവാൻ ചെന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. കർത്താവിന്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് കല്ല് ഉരുട്ടി നീക്കി അതിന്മേൽ ഇരുന്നിരുന്നു. അവന്റെ രൂപം മിന്നലിനൊത്തതായിരുന്നു, അവന്റെ ഉടുപ്പ് ഹിമം പോലെ വെളുത്തതായിരുന്നു. കാവൽക്കാർ അവനെ കണ്ട് പേടിച്ചു വിറച്ചു, മരിച്ചവനെ പോലെയായി. ദൂതൻ സ്ത്രീകളോട്, ഭയപ്പെടേണ്ട, ക്രൂശിക്കപ്പെട്ട യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. അവൻ ഇവിടെ ഇല്ല. അവൻ താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു. അവൻ കിടന്ന സ്ഥലം വന്ന് കാണുവീൻ. അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് വേഗം ചെന്ന് അവന്റെ ശിഷ്യന്മാരോട് പറയുവീൻ. അവൻ നിങ്ങൾക്ക് മുമ്പേ ഗലീലയ്ക്ക് പോകുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വരുന്നത്, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ശേഷമാണ് ഈ വലിയ കാര്യം പറഞ്ഞത്. അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഈ വാക്കുകൾക്ക് മരണമില്ല. ഈ വാക്കുകൾ നിത്യമാണ്. ഒരു പ്രാവശ്യം മരിച്ച് ഒരു ശവശരീരമായി ഒരു കല്ലറയ്ക്കകത്ത് കൊണ്ട് വെച്ച അതേ യേശു
ഉയർത്തെഴുന്നേറ്റ ശേഷം പറയുകയാണ്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കണം. പ്രിയപ്പെട്ടവരെ, സുവിശേഷത്തിലെ ഏറ്റവും വലിയ സന്ദേശം എന്താണെന്നറിയാമോ? മരണത്തിനപ്പുറത്തൊരു ജീവനുണ്ടെന്നുള്ളതാണ്. മരണത്തിനപ്പുറത്തൊരു ജീവനുണ്ടെങ്കിൽ അതിനെക്കുറിച്ചല്ലേ അന്വേഷിക്കേണ്ടത്? മരണത്തിനപ്പുറത്തൊരു ജീവിതം ഉണ്ടെങ്കിൽ അതിനുവേണ്ടി അല്ലേ നമ്മുടെ കയ്യിലുള്ളതെല്ലാം ചെലവഴിക്കേണ്ടത്? അമേരിക്കയിലും ഇംഗ്ലണ്ടിലുമുള്ള ആളുകൾ കോടിക്കണക്കിന് രൂപ മരണാനന്തര ജീവിതത്തെ കുറിച്ച് പഠിക്കാൻ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നു. ചില കോടീശ്വരന്മാർ മരിച്ചപ്പോൾ ലക്ഷക്കണക്കിന് കോടി ഡോളർ ഒരു പ്രത്യേക അക്കൗണ്ടിൽ ഇട്ടിരിക്കുകയാണ്. മൃതശരീരം ജീവിപ്പിക്കാനുള്ള എന്തെങ്കിലും ഒരു സംവിധാനം വരികയാണെങ്കിൽ എന്റെ ശരീരം ജീവിപ്പിച്ചേക്കണമെന്ന് പറഞ്ഞ് ഒരു പ്രത്യേക തരത്തിൽ ബോഡി സൂക്ഷിച്ചു വെച്ചിരിക്കുക. മനുഷ്യൻ എത്ര ബുദ്ധിമാനായാലും എത്ര ധനവാനായാലും അവന്റെ ജീവൻ ഒരു ദിവസം പോകും. ജീവൻ പോയാൽ പിന്നെ അവനെ ആർക്കും വേണ്ട, അവനെ ഒന്നിനും കൊള്ളത്തില്ല. അങ്ങനെയാണെങ്കിൽ മരണത്തിനപ്പുറത്തൊരു ജീവിതമുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പറഞ്ഞ ഏക വ്യക്തി കർത്താവായ യേശുവാണ്. മരണത്തിനപ്പുറത്തൊരു ജീവിതമുണ്ടെങ്കിൽ അതിനുവേണ്ടി അല്ലേ നാം നമ്മുടെ ഈ ആയുസ് ചെലവഴിക്കേണ്ടത്? നമ്മുടെ കണ്ണ് അതിലേക്കല്ലേ തുറക്കേണ്ടത്? നമ്മുടെ പഠനങ്ങൾ ആ വഴിക്ക് പോകണ്ടേ? നമ്മുടെ പ്രാർത്ഥന മുഴുവനും അതിനുവേണ്ടി ആകണ്ടേ? നമ്മൾ ഈ ഭൂമിയിൽ ഒരു ജോലി കിട്ടാൻ വേണ്ടിയോ ഒരു വീട് കിട്ടാൻ വേണ്ടിയോ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഇവിടെ കൊണ്ട് അവസാനിക്കുന്ന ഒരു മതത്തിലാണോ നാം മുന്നോട്ട് പോകുന്നത്? അതിനപ്പുറത്തേക്ക് നമ്മെ കൊണ്ടുപോകുന്ന, അതിനപ്പുറത്തേക്ക് നമ്മുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കുന്ന യേശുവിന്റെ വാക്കുകൾക്കായി ഈ രാത്രി നിങ്ങളുടെ കണ്ണുകളെ തുറക്കുമോ? നിങ്ങളുടെ ചെവിയെ തുറക്കുമോ? മരണത്തിൽ നിന്ന് തിരിച്ചു വന്ന ഉയർത്തെഴുന്നേറ്റ യേശുവാണ് പറഞ്ഞത്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കണം. അതെ, മരണത്തിനപ്പുറത്തൊരു ജീവിതമുണ്ടെന്നുള്ളതാണ് സുവിശേഷം നൽകുന്ന ഏറ്റവും വലിയ പ്രത്യാശ. രണ്ടാമത്തെ പ്രത്യേകത, യേശുക്രിസ്തു ഈ സന്ദേശം പറയുന്നത് തന്റെ ഒടുവിലത്തെ സന്ദേശമായിട്ടാണ്. ഈ ഭൂമിയിൽ വെച്ച് താൻ നൽകിയ അന്ത്യകൽപ്പനയാണ്. ആരായാലും ഒടുവിലായി പറയുന്ന വാക്കുകൾക്ക് നമ്മൾ ഭയങ്കര പ്രാധാന്യം കൊടുത്തു. യേശുവിന്റെ ഈ വാക്കുകൾ തന്റെ അന്ത്യകൽപ്പനയാണ്. അതുകൊണ്ടാണ് മിഷണറിമാർ തെറ്റിദ്ധരിച്ചിട്ടും തല്ലിയിട്ടും പീഡനങ്ങൾ അഴിച്ചുവിട്ടിട്ടും ഈ സന്ദേശവുമായി ലോകം മുഴുവൻ ഓടുന്നത്. എന്റെ പ്രിയ സ്നേഹിതർ, ഇവിടെ വന്ന് ഈ മീറ്റിംഗ് നടത്തുന്നതിന്റെ ഉദ്ദേശം ഇത് മാത്രമേ ഉള്ളൂ. ഈ വാക്യം മാത്രമാണ് അതിന്റെ കാരണം. ഈ വാക്യം മാത്രമാണ് അതിന്റെ കാരണം, വേറെ ഒന്നുമല്ല. ഈ വാക്യം എത്ര വിപ്ലവം സൃഷ്ടിച്ചിട്ടുണ്ട്, ഈ വാക്യം എത്ര കോളിളക്കം സൃഷ്ടിച്ചിട്ടുണ്ട്, ഈ വാക്യം എത്ര കാലാവസ്ഥകളെ അതിജീവിച്ചിട്ടുണ്ട്, ഈ വാക്യം എത്ര രാജ്യങ്ങളെ കടന്നു പോകാൻ മിഷണറിമാരെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രിയിലും ഈ വാക്യം വലിയ വെല്ലുവിളിയാണ്. നിങ്ങൾ ഭൂലോകത്തിൽ ഒക്കെയും പോകണം. എങ്ങനെ പോകും അറിഞ്ഞുകൂടാ. ഞാൻ വായിച്ചു കേൾപ്പിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ, അടുത്ത പുസ്തകത്തിലേക്ക് കയറുകയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം 8-ാം വാക്യം. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലെ എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം, ഭൂലോകത്തിൽ എന്ന് പറഞ്ഞ കാര്യം തേണ്ട തുടങ്ങുന്നു. ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികൾ ആകും എന്ന് പറഞ്ഞു. നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സുവിശേഷം പ്രസംഗിക്കണമെന്ന് ഉയർത്തെഴുന്നേറ്റ യേശു പറഞ്ഞു. അതേ യേശു തന്റെ ശിഷ്യന്മാരെ വിളിച്ചിരുത്തി പറയുകയാണ്, നിങ്ങൾക്ക് പോകാനുള്ള ശക്തി പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾക്ക് ലഭിക്കും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട്, ശക്തി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആളുകൾക്ക് അതിനെക്കുറിച്ച് വിശദമായി അറിഞ്ഞുകൂടാ. മണി ഒരു പവറാണ്, പണം ഒരു ശക്തിയാണ്, വിദ്യാഭ്യാസം ഒരു ശക്തിയാണ്, നോളജ് അതൊരു പവറാണ്, മണി അതൊരു പവറാണ്, മസിൽ ഒരു പവറാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും. ഞാൻ പറയുന്നു, എന്തൊക്കെ ലഭിക്കും? മണി ലഭിക്കും. മണിയില്ലാതെ സൂര്യവേല നടക്കത്തില്ല, ഇല്ലാതെ നടക്കില്ല. ഇവിടം വരെ വരണമെങ്കിൽ ടിക്കറ്റ് എടുക്കണ്ടേ? പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിക്കും.
മാത്രം മതിയോ? ആരോഗ്യം വേണ്ടേ? കിടക്കാണെ പറ്റുമോ? അതെ, പവർ പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും. ഇത് രണ്ടും പോരാ, വിവരം വേണം, വിദ്യാഭ്യാസം വേണം, ലഭിക്കും. ഇതൊന്നുമില്ലാത്ത ആളുകളായിരുന്നു കർത്താവിന്റെ ശിഷ്യന്മാർ. നിങ്ങൾക്ക് സിമ്പിളായിട്ട് വായിച്ചാൽ അറിയാം. മീൻപിടുത്തം എന്ന തൊഴിലിൽ ഏർപ്പെട്ടവരെയാണ് ഈ മഹാദൗത്യം യേശു ഏൽപ്പിച്ചത്. അങ്ങനെയാണെങ്കിൽ സുവിശേഷത്തിന് വേണ്ടി എന്തെങ്കിലും ഇച്ചിരിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരോട് ഞാൻ പറയാം, ഇപ്പൊ നിനക്കുള്ള വിദ്യാഭ്യാസം മതി സുവിശേഷത്തിന്. ഇപ്പോൾ നിനക്കുള്ള ഈ വലിപ്പമുണ്ടല്ലോ, 5 അടി 2 ഇഞ്ച്, അത് ധാരാളം മതി. ഇപ്പോൾ നിനക്കുള്ള വിവരം ഉണ്ടല്ലോ, അത് ധാരാളം മതി. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുമ്പോൾ നിനക്കുള്ള ശക്തി ഇരട്ടിയാവും. നീ ഇന്നു വരെ ചിന്തിച്ചിട്ടില്ലാത്ത മേഖലകളിൽ സുവിശേഷത്തിന് വേണ്ടി പോകുവാൻ ഈ ശക്തി നിന്നെ ബലപ്പെടുത്തും. നിങ്ങൾ സെമിനാരിയിൽ പോയി 10 കൊല്ലം പഠിച്ചിട്ട് എന്റെ സാക്ഷികളാകണം എന്ന് ബൈബിളിൽ ഒരിടത്തും പറഞ്ഞിട്ടില്ല. പിന്നെ എന്തിനാ ചെയ്യുന്നതെന്ന് അറിയാവോ? സൗകര്യമുള്ളതുകൊണ്ടൊക്കെ പഠിക്കുന്നതേ ഉള്ളൂ. വേദപുസ്തകം എത്ര പഠിച്ചാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ പഠിച്ചാലേ സുവിശേഷകനാകാവൂ എന്ന് വേദപുസ്തകത്തിലില്ല, തീർത്തു പറഞ്ഞിരിക്കുന്നു. പിന്നെ എന്നാ വേണ്ടത്? ഒറ്റ കാര്യമേ ഉള്ളൂ, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. അതിനെന്നാ ചെയ്യണം? ഇവിടെ എഴുതിയിട്ടുണ്ട്. വാക്യം 4, അപ്പോസ്തലപ്രവൃത്തി 4. നിങ്ങൾ യെരുശലേമിൽ നിന്ന് പിരിഞ്ഞു പോകാതെ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞ പിതൃവാഗ്ദത്വത്തിനായിട്ട് കാത്തിരിക്കണം. ഏതാ ഞാൻ നിങ്ങളോട് പറഞ്ഞത്? ഞാൻ ലളിതമായിട്ട് വായിച്ചതാ. എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തം, പഴയ തർജ്ജിമ ആയതുകൊണ്ടാണ്. അത് ഇന്നത്തെ ഭാഷയിൽ എഴുതുകയാണെങ്കിൽ എഴുതാം, ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞില്ലേ പിതാവിന്റെ ഒരു വാഗ്ദത്തത്തെ കുറിച്ച്. അത് കിട്ടുന്നവരെ നിങ്ങൾ ഇവിടെ കാത്തിരിക്കണം. അതെന്തുവാ? വീട്ടിൽ പോയി വായിച്ചു നോക്കണം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1 മുതൽ ആ ഒരു ചാപ്റ്റർ മുഴുവൻ വായിക്കുമ്പോൾ പിതാവിനോട് കേട്ട വാഗ്ദത്തം എന്ന് പറഞ്ഞാൽ എല്ലാം മനസ്സിലാവും. അതിതാണ്, ഞാൻ ഉയർത്തെഴുന്നേറ്റ ശേഷം പിതാവിനോട് ചോദിക്കും, പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ നിങ്ങളുടെ മേൽ അയച്ചു തരും. അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ കാത്തിരിക്കണം, നിങ്ങൾ പ്രാർത്ഥിക്കണം. അപ്പൊ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക. എന്ന് പ്രാപിക്കണം? എന്നും പ്രാപിക്കണം. എത്ര പ്രാപിക്കണം? വേണ്ടുവോളം പ്രാപിക്കണം. ദൈവമോ തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം നൽകും, എത്ര അധികം നൽകും. എത്രത്തോളം ആവശ്യമുണ്ടോ അത്രത്തോളം ചോദിച്ചോളുക, അത്രത്തോളം തരും. അത് ജ്ഞാനത്തിന് വേണ്ടി അത് തരും, ശക്തിക്ക് വേണ്ടി അത് തരും, ആരോഗ്യത്തിന് വേണ്ടി അത് തരും, പ്രവർത്തനത്തിന് വേണ്ടി അത് തരും, വിടുതലിന് വേണ്ടി അത് തരും, ആശ്വാസത്തിന് വേണ്ടി അത് തരും. അങ്ങനെ പ്രാർത്ഥിക്കണം, വിശ്വസിക്കണം, പ്രാപിക്കണം. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിക്കും. ശക്തി ലഭിച്ചിട്ട് ഭൂലോകത്തിലൊക്കെ ഇവന്റെ സാക്ഷികളാകും. നോക്കൂ, ഈ വാക്യം എത്ര വലിയ ചലനമാണ് സൃഷ്ടിച്ചത്. ഒരു ബലമില്ലാത്ത, കഴിവില്ലാത്ത ഒരു ചെറിയ ഗ്രൂപ്പിനോട് ഉയർത്തെഴുന്നേറ്റ് യേശു പറഞ്ഞ ഈ വാക്ക് ഇന്ന് രാത്രിയിലും നിറവേറ്റപ്പെടുന്നതിന്റെ കാരണം ആ വാക്ക് വലിയ ശക്തിയുള്ളതായിരുന്നു. ഇന്ന് രാത്രിയിൽ നിറവേറ്റപ്പെടും. ഇവിടെ ഇരിക്കുന്ന നിങ്ങളോട് ഈ ദൂത് ദൈവം പറയുന്നത് നിങ്ങൾ രക്ഷിക്കപ്പെടാൻ മാത്രമല്ല, നിങ്ങളിലൂടെ അനേകം രക്ഷിക്കപ്പെടാനാണ്. നിങ്ങളോട് ഈ സന്ദേശം കർത്താവ് ഓർപ്പിക്കുന്നത് നിങ്ങൾക്കൊരു വിടുതൽ തരാൻ മാത്രമല്ല, നിങ്ങളിലൂടെ 10,000-കണക്കിന് ആളുകൾ വിടുവിക്കപ്പെടുവാൻ ദൈവത്തിന് പ്ലാൻ ഉള്ളത് കൊണ്ടാണ് ഈ സന്ദേശം നിങ്ങളോട് പറയുന്നത്. അതിന് നിങ്ങൾക്ക് വേണ്ട ഒറ്റ മൂലധനമേ ഉള്ളൂ, അത് പരിശുദ്ധാത്മ ശക്തിയാണ്. അതിനെ ഇന്ന് രാത്രി നിങ്ങൾ പ്രാപിക്കുക. ഈ മീറ്റിംഗിൽ ഇരിക്കുമ്പോൾ കർത്താവേ അവിടുത്തെ ശക്തി എന്റെ മേൽ അയക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക. ദൈവമോ തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കും. കൈകൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം. കർത്താവ് പറഞ്ഞ ഈ അന്ത്യകൽപ്പനയിലെ 3ാമത്തെ പ്രത്യേകത ഒന്ന് വായിച്ചേര്. മത്തായി സുവിശേഷം 28-19-20 ആരെങ്കിലും ഉറക്കെ വായിച്ചേര്. കർത്താവിന്റെ സാന്നിധ്യം വാഗ്ദത്തം നൽകുന്നു. ഈ പ്രോജക്റ്റിന്, ഈ പദ്ധതിക്ക് കർത്താവിന്റെ സാന്നിധ്യം വാഗ്ദത്തം ചെയ്യും. 1, ഉയർത്തെഴുന്നേറ്റവന്റെ വാക്കാണിത്. 2, ഇത് അവന്റെ അന്ത്യവാക്കാണിത്. 3, അവന്റെ സാന്നിധ്യം വാക്ക് നൽകുന്ന ഏക പദ്ധതിയാണ് സുവിശേഷീകരണം. ഈ വാക്യം എല്ലാവരും എടുക്കുന്നുണ്ട്. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കും,
എല്ലാ നാളും കൂടെ ഇരിക്കും എന്നൊക്കെ എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ ഉപയോഗിക്കും. പക്ഷെ എല്ലാവർക്കും എന്നുള്ളതല്ല ഈ വാഗ്ദത്തം, സുവിശേഷം അറിയിക്കുന്നവർക്കുള്ളതാണ്. സ്തോത്രം. എന്നാലും പേടിക്കണ്ട, സുവിശേഷം വിശ്വസിക്കുന്നവർക്കും കൂടെ ഉള്ളതാണ്. സ്തോത്രം. സുവിശേഷം അറിയിക്കുന്നവർക്കുള്ളതാണെങ്കിൽ സുവിശേഷം വിശ്വസിക്കുന്നവർക്കുള്ളതാണ്. ഓർത്തുകൊള്ളുക, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട്. കർത്താവിന്റെ സാന്നിധ്യം ഉറപ്പ് നൽകുന്ന ഒരു പ്രോജക്റ്റാണ് ഇന്ന് രാത്രി ഇവിടെ വായിച്ചത്. ഇതൊരു ഇന്റർനാഷണൽ, ലോകം മുഴുവൻ എത്തേണ്ട പദ്ധതിയാണ്. നോക്കുക, പറഞ്ഞത് ശരിയാണോ എന്ന്. ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം 19-20 വായിച്ചത്. 19-20 സോറി, മർക്കോസ്. ഇങ്ങനെ കർത്താവായ യേശു അവരോട് അരുളിച്ചതിനു ശേഷം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോകണം, സുവിശേഷം പ്രസംഗിക്കണം, സ്നാനം കഴിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞേച്ച് കർത്താവ് സ്വർഗ്ഗാരോഹണം ചെയ്തു. ദൈവത്തിന്റെ വലത്തുഭാഗത്തായിരുന്നു. ദൈവത്തിന്റെ വലത്തുഭാഗത്തായിരുന്നു. വായിച്ചത് കേട്ടല്ലോ. അടുത്തത്, അവർ പുറപ്പെട്ട എല്ലായിടത്തും പ്രസംഗിച്ചു. അവർ പുറപ്പെട്ടു. ആര്? 11 പേര്. കർത്താവ് അവരോട് കൂടെ പ്രവർത്തിച്ചും. അതാ ശ്രദ്ധിക്കണ്ടേ. നിങ്ങൾക്ക് പേന ഉണ്ടെങ്കിൽ അവിടെ അടിവരെ കിട്ടും. ഇവിടെ ബുദ്ധിക്ക് നിരക്കാത്തൊരു കാര്യം എഴുതിയിട്ടുണ്ട്. ബുദ്ധിക്ക് നിരക്കാത്ത, നമുക്കൊക്കെ സാധാരണ സാമാന്യ ബുദ്ധി ഉണ്ടല്ലോ. ഞാനിപ്പോ ജബലിരിക്കുന്നു. എന്നെ ഇന്ന് വൈകുന്നേരം 5 മണിക്ക് എറണാകുളത്ത് വെച്ച് ഒരാൾ കണ്ടു എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ട്, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ട്. ശരിയാണോ? അതെ. എങ്കിൽ ഈ വാക്യം നോക്കിയേ. ഇങ്ങനെ അരുളി ചെയ്ത ശേഷം കർത്താവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു, ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് ഇരുന്നു. സ്വർഗമൊന്നും നമ്മൾക്ക് കാണാവുന്ന ദൂരത്തിലൊന്നും അല്ല കേട്ടോ. ഓക്കെ, ഇരുന്നു. അത്രയും വായിച്ചല്ലോ. അടുത്ത വാക്യം, അവര് പുറപ്പെട്ടു. ആര്? ശിഷ്യന്മാര് പുറപ്പെട്ടു. എല്ലായിടത്തും പ്രസംഗിച്ചു. അന്ന് കാറില്ല, വണ്ടിയില്ല, കപ്പൽ ഉണ്ടായിരിക്കും, പക്ഷെ ഇവർക്കില്ല. വിമാനം ഏതായാലും ഇല്ല. പിന്നെ നടന്നുകൊണ്ടുള്ള കാര്യം പറയുന്നു. പുറപ്പെട്ടു പ്രസംഗിച്ചു. അപ്പൊ ചെറിയൊരു ഏരിയ കവർ ചെയ്തു. അടുത്ത വാചകം എന്നെ ഞെട്ടിപ്പിക്കുക. തർജ്ജിമ പിശകാണോ ഇത്? കർത്താവ് അവരോടുകൂടെ പ്രവർത്തിച്ചു. ആരുടെ കൂടെ? ശിഷ്യന്മാരുടെ കൂടെ. അടുത്ത വാചകം, അവരാൽ നടന്ന അടയാളങ്ങളാൽ വാചകത്തെ ഉറപ്പിച്ചു. അപ്പൊ യേശു അന്ന് വരെ അത്ഭുതം ചെയ്തുകൊണ്ട് അന്ന് തൊട്ട് ശിഷ്യന്മാർ അത്ഭുതം ചെയ്യുന്നു. അവരാൽ നടന്ന അടയാളം. വേദോത്സവത്തിൽ അല്പമൊക്കെ പരിചയമുള്ളവർ പറയണം. ആദ്യത്തെ അടയാളം എന്തായിരുന്നു? കാനായിലെ കല്യാണ വീട്ടിൽ വെള്ളം വീഞ്ഞാക്കി. ആരും ചെയ്തു? യേശു ചെയ്തു. ഒടുവിലത്തെ അടയാളം ഏതായിരുന്നു? തെറ്റ്. ഒടുവിലത്തെ അടയാളം പറയാറായിട്ടില്ല, കാരണം ഇന്ന് നടക്കാൻ പോവില്ലേ. ഒടുവിലത്തെ അടയാളം എങ്ങനെയാ പറയുന്നത്? ഇന്നിപ്പോ അത്ഭുതം നടക്കാൻ പോവില്ലേ. ഒടുവിലത്തെ അടയാളം വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ഞാൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നു. നമ്മൾ എല്ലാവരും ഒരുമിച്ച് കർത്താവിന്റെ വരവിൽ വേഗത്തിൽ എടുക്കപ്പെടുന്നതായിരിക്കും ഒടുവിലത്തെ അടയാളം. കൈകൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ആമേൻ. നോക്കൂ, അവർ പുറപ്പെട്ടു, എല്ലായിടത്തും പ്രസംഗിച്ചു. കർത്താവ് അവരോട് കൂടെ പ്രവർത്തിച്ചു. അങ്ങനെയാണെങ്കിൽ കർത്താവിന്റെ പ്രവൃത്തി കാണണമെങ്കിൽ സുവിശേഷമായിട്ട് പോകണം. സുവിശേഷം എവിടെ പ്രസംഗിക്കുന്നുവോ അവിടെ പ്രവർത്തിക്കുന്നത് യേശുവാണ്. സുവിശേഷം എവിടെ പ്രസംഗിക്കുന്നുവോ അവിടെ ദൈവ പ്രവൃത്തി നടക്കും. സുവിശേഷം പ്രസംഗിച്ചാൽ അതിന്റെ പുറകിൽ ഒരു പ്രവൃത്തിയുണ്ട്. അത് ദൈവ പ്രവൃത്തിയാണ്. അത് അത്ഭുതത്തിന്റെ പ്രവൃത്തിയാണ്. അവിടെ വിടുതലുകൾ നടക്കും, അവിടെ അത്ഭുതങ്ങൾ നടക്കും, അവിടെ പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന് ജനം വിടുതൽ പ്രാപിക്കും. സുവിശേഷം പ്രസംഗിക്കുന്നിടത്തെല്ലാം ദൈവത്തിന്റെ പ്രവൃത്തിയുണ്ട്. അവർ പുറപ്പെട്ട് പ്രസംഗിച്ചു.
അവരാൽ നടന്ന അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചു. അപ്പോ അടയാളങ്ങൾ എന്തിന് എന്ന് ചോദിച്ചാൽ വചനത്തെ ഉറപ്പിക്കാൻ. അങ്ങനെയാണെങ്കിൽ ചോദ്യം, അടയാളമോ വചനമോ ഇമ്പോർട്ടൻസ്? വചനം. അതുകൊണ്ട് അടയാളങ്ങളുടെ പുറകെ പോകരുത്, വചനത്തിന്റെ പുറകെ പോകരുത്. സ്വന്തം ഇന്നിപ്പോ ഇതിന്റെ അടുത്ത പട്ടണത്തിൽ വെള്ളം വീഞ്ഞാക്കുന്നുണ്ടെങ്കിൽ ഉണർത്തിക്കോട്ടെ, കുഴപ്പമില്ല. വചനത്തിന്റെ പുറകെ പോകണം, വചനത്തിന്റെ പുറകെ പോകണം. നീ വചനത്തിന്റെ പുറകെ പോയാൽ അത്ഭുതം നിന്റെ പുറകെ വരും. ഹല്ലേലൂയ! ആകാശവും ഭൂമിയും മാറിപ്പോകും, ഈ വചനത്തിനോ മാറ്റമില്ല. ആകയാൽ അടയാളങ്ങളുടെ പുറകെ പോയവർ ലജ്ജിച്ചു പോയി, വചനത്തിന്റെ പുറകെ പോയവർ അടയാളങ്ങൾ എന്നും കണ്ടുകൊണ്ടിരിക്കുക. വചനത്തിന്റെ പുറകെ പോകുന്നവരെ അടയാളം പിന്തുടരുക. അവരുടെ കുടുംബങ്ങളിൽ ഡെയിലി അത്ഭുതങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ! വിശ്വാസത്തിന്റെ പാതയിൽ യാത്ര ചെയ്താൽ എന്നും അത്ഭുതം കാണാം, ഓരോ മണിക്കൂറിലും അത്ഭുതം കാണാം. ഇതെല്ലാം ഓർത്തിരിക്കാൻ പറ്റുകയില്ല. അത്ഭുതങ്ങളുടെ ദൈവം ജീവിക്കുന്നു. അത്ഭുതം യേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാ. അത്ഭുതം യേശുവിൻ ഈ ഭൂവിലെങ്ങും ഉയർത്തിടാ. എല്ലാവരും വേഗമായി കൂടി സന്തോഷമായി ആരാധിക്കാം. എല്ലാവരും ഹല്ലേലൂയ സന്തോഷമായി ആരാധിക്കാം. നല്ലവനാ കർത്തനവൻ, വല്ലഭനാ വെളിപ്പെടുവേ. നല്ലവനാ കർത്തനവൻ, വല്ലഭനാ വെളിപ്പെടുവേ. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിൽ ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിൽ ഉയർത്തിടാം. ഭൂതങ്ങൾ വിട്ടുടൻ പോകും, സർവ്വബാധയും നീങ്ങിടുമേ. ഭൂതങ്ങൾ സർവ്വബാധയും നീങ്ങിടുമേ. രോഗികളും ആശ്വസിക്കും, ദീനസ്വരം മുഴങ്ങിടുമേ. രോഗികളും ആശ്വസിക്കും, ദീനസ്വരം മുഴങ്ങിടുമേ.
സഹോദരന്റെ ചെവി പറഞ്ഞു, എനിക്ക് ശ്വാസം മുട്ടലിന് പ്രയാസമുണ്ട്, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം ഞാൻ ആ ഡിപ്പാർട്ട്മെന്റിൽ പഠിച്ചിട്ടില്ല. അതിന് ശ്വാസകോശത്തിന്റെ സ്പെഷ്യലിസ്റ്റ് ഞാൻ കാണും അല്ലേ? പക്ഷെ സുവിശേഷത്തിൽ എല്ലാറ്റിന്റെയും സ്പെഷ്യലിസ്റ്റ് ഇറങ്ങി വന്നിരിക്കുകയാണ്. എല്ലാറ്റിന്റെയും സ്പെഷ്യലിസ്റ്റ് അവൻ നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെ സൗഖ്യമാക്കുന്നു.
എങ്ങനെ സൗഖ്യമാക്കുന്നു? എങ്ങനെ സൗഖ്യമാകുന്നു? 2-3 വിധത്തിൽ സൗഖ്യമാകും. ഒന്ന്, സുവിശേഷം പ്രസംഗിക്കുന്നവരോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ രോഗികളുടെ മേൽ കൈവച്ചാൽ സൗഖ്യം വരും. ഞാനൊക്കെ നേരത്തെ വിചാരിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ കൈവെക്കണമെങ്കിൽ എനിക്ക് രോഗം ഇല്ലാതിരിക്കണ്ടേ. ഞാനിങ്ങനെ വിചാരിച്ചു, രോഗം ഇല്ലാത്ത ആള് കൈവച്ചാലേ രോഗസൗഖ്യം വരുള്ളൂ. എനിക്കവിടെ രോഗം ഉണ്ട് തരും. കുറെ നാൾ എനിക്ക് കത്താനുള്ളത്, മണ്ട, നിന്റെ ശക്തി കൊണ്ടല്ല സൗഖ്യം വരുന്നത്, എന്റെ ശക്തി കൊണ്ടാണ് സൗഖ്യം വരുന്നത്. അതിന് നിന്റെ ആരോഗ്യം വിഷയമല്ല, എന്റെ വചനമാണ് നീ പറയുന്നതെങ്കിൽ നീ വിശ്വാസത്തോടെ കൈവച്ചാൽ ഞാൻ സൗഖ്യമാക്കാം. രണ്ടാമത് സൗഖ്യമാക്കിയത് എങ്ങനെയെന്നറിയോ? അവൻ തന്റെ വചനം അയച്ചവരെ സൗഖ്യമാക്കുന്നു. വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കറണ്ട് പാസ് ചെയ്യുന്നവന് ശരീരത്തിൽ അനുഭവിച്ച അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സൗഖ്യം നടക്കും. അത് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ഒരു അളവറ്റ ശക്തി ഇന്ന് ഇവിടെ ഉണ്ട്. മൂന്നാമത് സൗഖ്യം നടക്കുന്നത്, മൂന്നാമത് വിടുതൽ നടക്കുന്നത് ആരാധന മധ്യത്തിലാണ്. പരിശുദ്ധാത്മ നിറവിൽ ദൈവജനം ആരാധിക്കുമ്പോൾ കെട്ടുകൾ അഴിഞ്ഞു പോകും. ഇത് അനുഭവിച്ചിട്ടുള്ള ധാരാളം വിശുദ്ധന്മാരുടെ ഇരിപ്പുണ്ട്. കൈകൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ അത്ഭുതങ്ങൾ സുവിശേഷ യോഗത്തിനകത്ത് ഉള്ളതാണ്. അതിനുവേണ്ടി സ്പെഷ്യലായിട്ട് ആരും വരണ്ട. സുവിശേഷമാണ് പറഞ്ഞതെങ്കിൽ എല്ലാറ്റിന്റെയും സ്പെഷ്യലായ ആള് ഇവിടെ ഇറങ്ങി വന്നേ പറ്റത്തുള്ളൂ. നമ്മളിപ്പോ ഇങ്ങനെ വായിച്ചു നിർത്തിയത് മറക്കണ്ട. അവർ പുറപ്പെട്ട സുവിശേഷം പ്രസംഗിച്ചു, അവൻ അവരുടെ കൂടെ പ്രവർത്തിച്ചു. അങ്ങനെയാണ് യവനനിൽ പ്രവർത്തിക്കുന്നത് യേശുവാണ്. പ്രസംഗിക്കുന്നത് സുവിശേഷമാണെങ്കിൽ പ്രവർത്തിക്കുന്നത് യേശുവാണ്. പ്രസംഗിക്കുന്നത് അലക്സ് ബ്രദർ ആയിരിക്കും, പ്രസംഗിക്കുന്നത് ജോസ് പാസ്റ്റർ ആയിരിക്കും, പക്ഷെ പ്രവർത്തിക്കുന്നത് യേശുവാണ്. പ്രസംഗിക്കുന്നത് ആരുമാകട്ടെ, പ്രവർത്തിക്കുന്നത് യേശുവാണ്. ഇന്ന് രാത്രി അവരിവിടെ പ്രവർത്തിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഈ പ്രസംഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ രോഗശാന്തി നടന്നുകൊണ്ടിരിക്കും. ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന യേശുവിടെ ഇറങ്ങി വന്നിരിക്കുന്നു. ഞാൻ കർത്താവിന് സകല മഹത്വം കൊടുക്കുന്നു. നിങ്ങൾ ഭൂലോകത്തിലൊക്കെ പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കുകയും എന്ന വാക്കിനകത്ത് 3 കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മൂന്നാമത്തെ കാര്യം ഇതാണ്, അവന്റെ സാന്നിധ്യം പ്രോമിസ് ചെയ്യുന്ന ഒരു പ്രോജക്റ്റാണ് സുവിശേഷം. അവന്റെ സാന്നിധ്യം പ്രോമിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഇരിക്കും. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഇരിക്കും. ആരാണിത്? യേശു ക്രിസ്തു. അവനൊരാൾ കൂടെ ഇരുന്നാൽ അതിനേക്കാൾ വലുത് പിന്നെ എന്താ വേണ്ടേ? ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഇരിക്കും. ഹല്ലേലൂയ. കൂടെ ഇരിക്കുക മാത്രമാണോ? 1-2 വാക്യങ്ങളിലൂടെ അക്കാര്യം ഞാൻ നിങ്ങളെ മനസ്സിലാക്കി തരാൻ ശ്രമിക്കാം. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം പെട്ടെന്ന് എടുത്താണ്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 27-ാം വാക്യം. എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകുകയില്ല, ആരും അവയെ എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയുമില്ല. ആമേൻ. അപ്പോ എല്ലാ നാളും കൂടെ ഇരിക്കും എന്ന് മാത്രമല്ല, കയ്യെ പിടിച്ചോണ്ട് നടക്കുമെന്നും കൂടെ ഉണ്ട്. എല്ലാ നാളും കൂടെ ഇരിക്കുമെന്ന് മാത്രമല്ല, കൈക്ക് പിടിക്കുമെന്നും കൂടെ അർത്ഥമുണ്ട്. കർത്താവ് പറയുന്നു, എന്റെ കയ്യിൽ നിന്ന് അവയെ ആരും പിടിച്ച് പറിക്കുകയില്ല. എന്തൊരു ഗ്യാരണ്ടിയാണ്, എന്തൊരു സുരക്ഷിതത്വമാണ് യേശുവിന്റെ വാക്കുകളിൽ അടങ്ങിയിരിക്കുന്നത്. ഈ രാത്രി കർത്താവിന്റെ വചനം വിശ്വസിക്കുന്ന ദൈവ പൈതലേ, ഇതുപോലെ ഉറപ്പ് തരുന്ന ആരുണ്ട്? ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവയൊരു നാൾ നശിച്ചു പോകുകയില്ല, അവയെ എന്റെ കയ്യിൽ നിന്ന് പിടിച്ച് പറിക്കാൻ ആർക്കും കഴിയത്തില്ല. ഒരു ശക്തിക്കും നിന്നെ ഈ സ്നേഹത്തിൽ നിന്ന്, ഈ ബന്ധത്തിൽ നിന്ന്, ഈ ധൈര്യത്തിൽ നിന്ന് പിടിച്ചു പറിക്കാൻ കഴിയുകയില്ലെങ്കിൽ അത് വിശ്വസിച്ചുകൊണ്ട് കർത്താവിന് മഹത്വം കൊടുത്താണ്. അങ്ങനെയാണെങ്കിൽ പ്രധാന കാര്യം ഇതുവരെ പറഞ്ഞില്ല, എന്താ സുവിശേഷം?
സുവിശേഷം വിശ്വസിക്കുന്ന ധാരാളം ആളുകൾ കൂടിയുണ്ട്. ഒരുപക്ഷേ സുഹൃത്തുക്കൾ വിളിച്ചിട്ട് എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് കാണാൻ കേൾക്കാൻ വന്ന പുതിയ ചില ആളുകളിലൂടെ കാണും. എന്താ സുവിശേഷം? എന്താണ് സുവിശേഷം? കോതമംഗലത്തിനടുത്ത് പോത്താനിക്കാട് എന്നൊരു സ്ഥലത്ത് കുറെ ഭൂമിയും വലിയ വീടുമുള്ള ഒരു ചെറുപ്പക്കാരൻ. അവൻ ഒരു ലവ് മാരേജ് നടത്തി വന്നു. പ്രേമ വിവാഹത്തിൽ പെട്ടു. അവന്റെ അപ്പൻ ചെറുപ്പത്തിൽ മരിച്ചുപോയി, അമ്മ മരിച്ചുപോയി. അപ്പന്റെ അമ്മ അവനെ വളർത്തിയവൻ ഒരു അനാഥനാണ്. ബാലമന്ദിരത്തിലാണ് വളർന്നത്. സ്വത്തുള്ള വീട്ടിലെയാണ്. സ്നേഹത്തിന് വേണ്ടി കൊതിച്ച ഒരു ഹൃദയത്തിന്റെ ഉടമയായതുകൊണ്ട് എവിടെയോ വെച്ച് കണ്ട ഒരു പെങ്കൊച്ചിന്റെ സ്നേഹവാഗ്ദാനത്തിന്റെ മുമ്പിൽ അവൻ മൂക്കുകുത്തി വീണു. അതൊരു വഴിവിട്ട ബന്ധമായിരുന്നു. 2 കുഞ്ഞുങ്ങളുടെ അപ്പനായ ശേഷം ജീവിതം തകർന്ന് ഫ്യൂറോഡാൻ എന്ന് പറയുന്ന വിഷം മേടിച്ച് കാപ്പിക്കകത്ത് കലക്കി കുടിച്ച് മരിക്കാൻ തീരുമാനിച്ചു. അവന്റെ ഉറ്റ സുഹൃത്തിനെ വിളിച്ചു പറഞ്ഞു, ഞാൻ മരിക്കാൻ പോവാ. അവൻ ഓടി അവിടെ ചെന്നിട്ട് പറഞ്ഞു, നീ മരിക്കരുത്, ഞാൻ നിന്നെ ഒരാളെ കാണിക്കാൻ പരിചയപ്പെടുത്താം. എന്നെ ഫോൺ ചെയ്തു, പാസ്റ്ററെ ഒരാളെ കൊണ്ട് വന്നോട്ടെ. ഞാൻ പറഞ്ഞു, എത്ര സമയത്തുള്ളിൽ വരാം? 40 മിനിറ്റിനുള്ളിൽ വരാം. വന്നു. രാത്രി സമയത്ത് വീട്ടിൽ വന്നു. അവൻ വളരെ വളരെ മദ്യപിച്ചിട്ടുണ്ട്. നല്ല ആരോഗ്യം, ഒരു 90 കിലോ തൂക്കം കാണാം. ജിമ്മാണ്, നല്ല സ്മാർട്ടാണ് കാണാൻ. അവൻ നന്നായി കുടിച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, നീ കുടിച്ചിട്ടുണ്ടോ? വേണ്ട. എത്രയാന്ന് കേട്ടാ പാസ് ഞെട്ടിപ്പോ. അതുപോലെ ഞാൻ കുടിച്ചിട്ടുണ്ടോ? ഞാൻ നിന്നോടെ ജീവിക്കുന്നുള്ളത് കൊണ്ട് ഞാൻ നീ കുടിക്കാതിരിക്കുന്ന എന്തിനാ? ഒരു സാധാരണ ഉപദേശിയുടെ സ്റ്റാൻഡേർഡ് വെച്ച് പറഞ്ഞാൽ ഇതുപോലെ കുടിച്ചവനോട് എന്നാ പറയാൻ? അവനോട് ബൈബിൾ പറയാൻ പറ്റും, അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റും. കള്ളക്കുടത്തിന്റെ മുകളിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് എന്നാ കാര്യം? സാമാന്യ ബുദ്ധി. ഈ സാമാന്യ ബുദ്ധി ഉപദേശിയുടെ സൈക്കോളജി എല്ലാം എൻ്റെ തലയിലുണ്ട്. ഞാൻ 35 കൊല്ലമായിട്ട് ഉപദേശിക്കും. ആ കേസ് വിട്ടേക്കാൻ എൻ്റെ മനസ്സാധ്യമുള്ളൂ. പക്ഷെ പരിശുദ്ധാത്മാവിനെ ഓർപ്പിച്ചു. ഇത് യേശുവാണെങ്കിലോ, അവൻ യേശുവിന്റെ അടുക്കലോ പറഞ്ഞു, ഓ നീ പോയി കുടിയൊക്കെ കഴിഞ്ഞിട്ട് വാടാ എന്ന് പറയുമോ? 5 ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു, ഇപ്പോൾ ഉള്ളവനെ നിന്റെ ഭർത്താവല്ല. അവളെയും രക്ഷിച്ചു യേശു. കുരിശായി കിടന്ന കള്ളനെ രക്ഷിച്ചു. കല്ലെറിഞ്ഞു കൊല്ലാൻ നടത്തിയ സഹോദരിയെ രക്ഷിച്ചു. ഒരു പാവപ്പെട്ട കള്ളുകൂടിനെ കണ്ടപ്പോൾ നിനക്ക് ഇത്ര അറപ്പ് തോന്നുന്നുണ്ടെങ്കിൽ നിനക്ക് ഈ പണി നിനക്ക് പറ്റിയതല്ല ഈ പണി. ഞാൻ അവനോട് പറഞ്ഞു, മോനെ നിന്നോടിപ്പോ ഒന്നും പ്രസംഗിച്ചിട്ട് കാര്യമില്ല. ഞാനൊരു പ്രാർത്ഥനാ വാചക ഏറ്റു പറഞ്ഞാൽ നിനക്ക് പറയാമോ? അവൻ ഉടനെ മുട്ടുകുത്തി. അത് ചിലപ്പോൾ കുടിച്ചോണ്ടായിരിക്കും. കുടിച്ചാൽ പെട്ടെന്ന് മുട്ടുകുത്തുമല്ലോ. അവൻ പെട്ടെന്ന് മുട്ടുകുത്തി. പറഞ്ഞോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു കൊടുത്തു, കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, അങ്ങ് ദൈവപുത്രനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങ് ദൈവപുത്രനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങ് പാപികൾക്ക് വേണ്ടി മരിച്ചത് ഞാൻ വിശ്വസിക്കുന്നു. ഞാനൊരു പാപിയാണ്. എന്റെ പാപത്തിന് വേണ്ടിയും യേശു മരിച്ചത് ഞാൻ വിശ്വസിക്കുന്നു. യേശു ഉയർത്തെഴുന്നേറ്റത് ഞാൻ വിശ്വസിക്കുന്നു. യേശുവേ, എന്റെ ഹൃദയത്തിലേക്ക് വരണമേ. ഞാൻ തകർന്നൊരു മനുഷ്യനാണ്. എന്നെ രക്ഷിക്കണമേ. എനിക്കൊരു ജീവിതം തരണമേ. ഞാൻ അങ്ങേക്കായി ജീവിക്കാം. നിങ്ങളാരും കുടിച്ചിട്ടുള്ളത് കൂടുതൽ അവൻ കുടിച്ചിട്ടുണ്ട്. നിങ്ങളൊക്കെ കുടിച്ചിട്ടുണ്ടായിരിക്കും. കുടിക്കാത്തവർ ഇപ്പം ആരാ ഉള്ളത്? വളരെ കുറച്ച് പേരെ കാണും. അപ്പൊ അതിനേക്കാളെല്ലാം നന്നായിട്ട് കുടിച്ച ഈ ചെറുപ്പക്കാരൻ ഇതുപോലെ കുടിച്ചേച്ച് ഏറ്റുപറഞ്ഞ് സ്വർഗാക്കിയിരിച്ചു. അപ്പൊ ഞാൻ പഠിച്ചു വെച്ച തിയോളജി മുഴുവൻ അന്ന് തിരുത്തേണ്ടി വന്നു. മുഴുവൻ അന്ന് തിരുത്തേണ്ടി വന്നു.
ആ ഏറ്റുപറച്ചിൽ ദൈവം അംഗീകരിച്ചു. പിറ്റേ ദിവസം രാവിലെ ഇതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ നിന്ന് പോകുമ്പോൾ 12 മണി 1 മണി കണ്ടായി. പിറ്റേ ദിവസം രാവിലെ എന്നെ വിളിച്ചു പറഞ്ഞു, പാസ്റ്ററെ 2 കാര്യം പറയാനാണ് വിളിച്ചത്. നിങ്ങളുടെ സഭയിലൊന്നും ഞാൻ ചെയ്യുകയില്ല, പക്ഷെ ഇനി ഞാൻ കുടിക്കുകയില്ല, ഇനി ഞാൻ ആത്മഹത്യ ചെയ്യുകയില്ല. നിങ്ങൾ പറ, 1 കോടി രൂപ കിട്ടുന്നതിനേക്കാൾ സന്തോഷമാണ് ഞങ്ങൾക്ക്. അവൻ ആദ്യ സഭയിൽ ചേരുകളെന്ന് പറഞ്ഞാൽ മതിയോ? എല്ലാവരും ധരിച്ചു വെച്ചിരിക്കുന്നത് സഭയിൽ ചേർക്കാനാണ് ഈ പാടെല്ലാം പെടുന്നത്. സഭയിൽ ചേർന്നിട്ട് നമുക്ക് തന്നെ കിട്ടാൻ. ഒന്നാമത്തെ കാര്യം സഭയിൽ ഇടയില്ല. അപ്പൊ പിന്നെ ഒരാളെ നിർബന്ധിച്ച് ചേർത്തിട്ട് ഒരു കാര്യമില്ല. അത്രത്തോളം ആഗ്രഹമുള്ളവർ വന്നാൽ ചേർക്കും, അത്രേ ഉള്ളൂ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അന്വേഷിക്കുന്നുണ്ട്, അവൻ കുടിക്കുന്നുണ്ടോ? ഇല്ല, അവൻ രഹസ്യത്തിൽ പ്രയർന്ന് പോകുന്നുണ്ട്. ഈ സാധനാകത്ത് വീണ നശിച്ചുപോകുകയില്ല. ബൈബിളിൽ എഴുതിയിരിക്കുന്നത് കെടുന്ന ബീജത്താലല്ല, കേടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ചില വിത്ത് മണ്ണിൽ വീണാൽ നശിക്കത്തില്ല, കുറെ നാൾ കഴിഞ്ഞ് വെള്ളം വീഴുമ്പോൾ മുളച്ചു. അങ്ങനെയുള്ള വിത്തുകളുണ്ട്. 8 കൊല്ലം കഴിഞ്ഞ് മുളച്ച സാധനങ്ങളുണ്ട്. ഇത് 100 കൊല്ലം കഴിഞ്ഞാൽ മുളയ്ക്കും. ഈ വചനവരത്തിന്റെ അകത്ത് വീണാൽ അനുകൂല സാഹചര്യം വരുമ്പോൾ അത് മുളച്ചു വരും. ഒരു പ്രതികൂല സാഹചര്യത്തിലും ഇതിനെ കെടുത്തിക്കളയാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. എന്താ സുവിശേഷം? സുവിശേഷം എന്ന് പറയുന്നത് സിമ്പിളാണ്. സുവിശേഷം മനസ്സിലാക്കാനായിട്ട് ഒരു പ്രയാസമില്ല. പിന്നെ ഈ ഞങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഹാർഡ് ആക്കുക എന്ന് എനിക്ക് തോന്നുന്നു. കുറച്ച് ഗ്രീക്കും കുറച്ച് ഇംഗ്ലീഷും കുറച്ച് ഹീബ്രു എല്ലാം കൂടെ പറഞ്ഞ് ആളുകളെ വരട്ടി പിടികിട്ടാത്ത സൂത്രാക്കി മാറ്റുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. സുവിശേഷം സിമ്പിളാണ്. കൊച്ചു കുഞ്ഞ് പാല് കുടിക്കുന്നത് പാലിന്റെ മൂലഭാഷ പഠിച്ചാണ്. അതുപോലെ സുവിശേഷം. സുവിശേഷം സിമ്പിളാണ്. കള്ളുകൂടിയും സ്വീകരിക്കാവുന്നതാണ്, മഹാഭാവിക്ക് സ്വീകരിക്കാവുന്നതാണ്. ഒട്ടും പൊട്ട് തിരിച്ചറിയാത്തവർ യേശുവേ ഞാൻ എന്നെ സമർപ്പിക്കുമെന്ന് പറയുമ്പോൾ രൂപാന്തരപ്പെടുന്നതാണ്. ഇത് ഈ ചർച്ച എന്ന ആ സിദ്ധാന്തം സഭയുടെ ആഴങ്ങളിലേക്കൊക്കെ പോയി കഴിയുമ്പോൾ പാപിയെ രക്ഷിക്കുന്ന സുവിശേഷ ആളുകൾ മറന്നു പോകുക. ഒന്നും അറിയാത്തവനെ രക്ഷിക്കുന്നത് ആ സുവിശേഷം. മുഴുവൻ അറിഞ്ഞിട്ട് രക്ഷിക്കപ്പെട്ട ആരുമില്ല. മുഴുവൻ അറിഞ്ഞിട്ട് രക്ഷിക്കപ്പെടാമെന്ന് പറഞ്ഞ് നടക്കുന്നവൻ ആയുസ് രക്ഷിക്കപ്പെടുകയില്ല. 2-ാം അധ്യായം കറക്റ്റ് വായിച്ചോ, പറഞ്ഞോ. അത്രേ ഉള്ളോ? അത്രേ ഉള്ളൂ. അല്ല, സഭയുടെ കാര്യം ഇല്ല, ഇല്ല. പെന്തിക്കോസ് ഇല്ലില്ല. പിന്നെ എന്നതാ സുവിശേഷം എന്ന് പറഞ്ഞാൽ ഇപ്പോഴാ വായിച്ചത്, ഒന്നുകൂടെ വായിച്ചെന്ന് തോന്നുന്നത്. അങ്ങനെയാണ്. അതൊന്ന് ചുരുക്കി പറഞ്ഞാൽ യേശു ക്രിസ്തുവിന്റെ ജനനം, മരണം, ഉയർത്തെഴുന്നേൽപ്പ്, ഇതാ സുവിശേഷം. അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അയ്യോ, അതിന്റെ കൂടെ ഒന്നുമില്ല, വേറെ ഒന്നുമില്ല. അതാ സുവിശേഷം. അങ്ങനെയാണെങ്കിൽ അതിനെക്കുറിച്ചൊരു വിശദീകരണം വേണോ? 1 കൊരിന്ത്യർ 15. ഹല്ലേലൂയ. 1 മുതൽ വായിക്കാം. എന്നാൽ സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് സുവിശേഷിച്ചതും നിങ്ങൾക്ക് ലഭിച്ചതും നിങ്ങൾ നിൽക്കുന്നതും നിങ്ങൾ വിശ്വസിച്ചതും വൃഥാവല്ലെന്ന് വരികിൽ നിങ്ങളെ രക്ഷിക്കുന്ന സുവിശേഷം നിങ്ങൾ മുറുകെ പിടിച്ചാൽ ഞാൻ ഈ വിധം നിങ്ങളോട് സുവിശേഷിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ അനുസ്മരിക്കും. അതായത് ആ പറഞ്ഞ വാചകം അത് ഇച്ചിരി ഒന്നും ബൈബിൾ ക്ലാസ് എടുക്കേണ്ട ഒരു കാര്യമാണ് വായിച്ചത്. എന്നാന്ന് ചോദിച്ചാൽ, ഒന്ന് തർജ്ജിമയിലെ ഒരു പ്രോബ്ലം ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് അതിനെ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്. ഞാൻ പറയാം. സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യം വിലയുള്ളതാണ്. ഇതാണ് ഇത്ര നേരം വായിച്ചതിന്റെ അർത്ഥം. കൊരിന്ത്, ഏതൻസ് എന്നൊക്കെ ഭൂപടത്തിൽ കാണുന്ന സ്ഥലമുണ്ടല്ലോ, അവിടെ പൗലോസ്ലീഹ പോയി സുവിശേഷം പ്രസംഗിച്ചു. കുറെ പേര് ഈ പറഞ്ഞ പോലെ, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ വിശ്വാസത്തിലേക്ക് വന്നു. ഒന്നും അറിയത്തില്ല അവർക്ക്. ചുമ്മാ കർത്താവിനെ വിശ്വസിച്ചു, യേശുവിനെ വിശ്വസിച്ചു, വേറെ ഒന്നും അറിയത്തില്ല. കുറെ കാലം കഴിഞ്ഞ് അവർക്ക് എഴുതുന്ന കത്താണ് കൊരിന്ത് ലേഖനം. ആ കത്തിനാന്ന് പറയാം, ഞാൻ നിങ്ങളോട് പണ്ട് പറഞ്ഞില്ലേ, അത് ഗ്യാരണ്ടിയുള്ള മെസ്സേജാണ്. ഇതാണ് ആ വാചകത്തിന്റെ അർത്ഥം. ഒന്നുകൂടെ വായിച്ചേ. എന്നാൽ സഹോദരന്മാരെ,
ഞാൻ നിങ്ങളോട് സുവിശേഷിച്ചതും നിങ്ങൾക്ക് ലഭിച്ചതും നിങ്ങൾ നിൽക്കുന്നതും നിങ്ങൾ വിശ്വസിച്ചതും വൃഥാവല്ലെന്ന് വരികിൽ നിങ്ങളെ രക്ഷിക്കുന്ന സുവിശേഷം നിങ്ങൾ മുറുകെ പിടിച്ചാൽ ഞാൻ ഇന്ന വിധം നിങ്ങളോട് സുവിശേഷിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ അനുസ്മരിക്കും. പിടികിട്ടിയോ? ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾ വിശ്വസിച്ചു. ആ വിശ്വസിച്ചതിൽ നിങ്ങൾ നിൽക്കുന്നു. അത് നിങ്ങളെ രക്ഷിച്ചു. അത് ഗ്യാരണ്ടിയുള്ള മെസ്സേജാണ്. അതിനി മാറ്റമൊന്നുമില്ല. അത് 100% സത്യമാണ് എന്നാണ് വീണ്ടും പറയുക. അതായത് സുവിശേഷം വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ടവൻ കുറെ കഴിഞ്ഞപ്പോൾ ഒരു ചഞ്ചലം, ഒരു ആടുന്ന അനുഭവം വന്നു. അതിന് പറയുക പേടിക്കണ്ട, ആ പറഞ്ഞ സുവിശേഷം 100% ഗ്യാരണ്ടി ഉള്ളതാണ്. എന്താ പറഞ്ഞതെന്ന് ഒന്നുകൂടെ പറയാം. അടുത്ത വാചകം വായിച്ചു. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ച് അടക്കപ്പെട്ട് തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ്. ഇതാണ് സുവിശേഷം. ഞാൻ എന്താ പറഞ്ഞതെന്ന് ഒന്നുകൂടെ പറയാം. നമ്മുടെ നാടൻ ഭാഷ ഞാൻ പറയാ. ഞാൻ നിങ്ങളോട് 5 കൊല്ലം മുമ്പ് കൊരിന്തു പട്ടണത്തിൽ വന്ന് പറഞ്ഞ സാധനത്തെ ഇത് തന്നെയാണ്. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു. അതാണ് സുവിശേഷം. അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. അപ്പൊ കുറച്ചു മുമ്പേ വായിച്ച വാക്യം ഓർമ്മയുണ്ടല്ലോ. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ യേശു. അപ്പൊ സുവിശേഷം എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രിസ്തുവിന്റെ ജനനം, ക്രിസ്തുവിന്റെ മരണം, ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ്. അതിൽ കൂടെ മനുഷ്യൻ എന്ത് ലഭിക്കുന്നു? 1-ാം വാക്യത്തിലേക്ക് നോക്കൂ. 1 കൊരിന്ത്യർ 15:1. ഞങ്ങൾ നിങ്ങളോട് സുവിശേഷിച്ചതും നിങ്ങൾക്ക് ലഭിച്ചതും. ഇവിടെയാണ് ഞാൻ പറഞ്ഞ ബൈബിൾ ക്ലാസ്സിന്റെ ആവശ്യമുള്ളത്. ഇങ്ങനെയുള്ള ഭാഗം വരുമ്പോൾ പഠിക്കണം. ഞങ്ങൾ സുവിശേഷിച്ചപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചു. എന്ത് ലഭിച്ചു? രക്ഷ ലഭിച്ചു, പാപക്ഷം ലഭിച്ചു, നിത്യജീവൻ ലഭിച്ചു, സൗഖ്യം ലഭിച്ചു, സന്തോഷം ലഭിച്ചു. അപ്പൊ ഞങ്ങൾ നിങ്ങളോട് സുവിശേഷിച്ചതും നിങ്ങൾക്ക് ലഭിച്ചതും ഇത് രണ്ടും സത്യമാണ്, മിഥ്യയല്ല, തോന്നലല്ല, കെട്ടുകഥയല്ല. ചേർന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഞങ്ങൾ നിങ്ങളോട് സുവിശേഷിച്ചപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ലഭിച്ചോ? സുവിശേഷം കേട്ടപ്പോൾ എന്തെങ്കിലും ലഭിച്ചോ? ലഭിച്ചു. ആ ലഭിച്ചതൊന്നും മിഥ്യയല്ല, സത്യമാണ്. ഞങ്ങൾ നിങ്ങളോട് സുവിശേഷിച്ചതും നിങ്ങൾക്ക് ലഭിച്ചതും. പിന്നെ നിങ്ങൾ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നിലനിൽപ്പെന്ന് പറയുന്നത് സുവിശേഷത്തിലാണ്. നിങ്ങൾ നിൽക്കുന്നതും പിന്നെ നിങ്ങൾ വിശ്വസിച്ചതും. അപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചു, നിങ്ങൾ വിശ്വസിച്ചു, നിങ്ങൾ നിലനിൽക്കുന്നു. അതെല്ലാം ഏതിലാണെന്നറിയാമോ? ക്രിസ്തുവിന്റെ മരണം, ക്രിസ്തുവിന്റെ ഉയർപ്പ്, ക്രിസ്തുവിന്റെ ജനനം. ഒറ്റ വാക്യം കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ പോവാ. റോമാലേഖനം 8:31, 32, 33, 34. ഇത് സംബന്ധിച്ച് നാം എന്ത് പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? ദൈവം തിരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും? നീതീകരിക്കുന്നവൻ ദൈവം, ശിക്ഷ വിധിക്കുന്നവൻ ആർ? ക്രിസ്തുയേശു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. അവൻ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ യോഗം തീരാൻ പോകും. അടുത്ത 10 മിനിറ്റ് പ്രാർത്ഥനയ്ക്കും സമർപ്പണത്തിനും വേണ്ടി എടുക്കുക. ആ വാക്യം നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് കേൾക്കണം. ഇത് സംബന്ധിച്ച് നാം എന്താ പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാര്. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? എത്ര ഭാഗം മനസ്സിലായാലും ദൈവം തിരഞ്ഞെടുത്തവരെ ആര് കുറ്റം ചുമത്തും? നീതീകരിക്കുന്നവൻ ദൈവം, ശിക്ഷ വിധിക്കുന്നവനാണ്. ക്രിസ്തു യേശു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. അവൻ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയും ചെയ്യുന്നു.
ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നമ്മെ വേർതിരിക്കുന്നത് ആര്? ഇനിയും ഈ വിശ്വാസത്തിലേക്ക് വന്നവൻ പഠിക്കേണ്ടത് റോമാലേഖനമാണ്. റോമാലേഖനം 16 അധ്യായങ്ങളുണ്ടെങ്കിലും അതിലെ പ്രധാന ഭാഗം 8-ാം അധ്യായം വരെയാണ്. സുവിശേഷത്തിന്റെ വിശദീകരണമെന്നാണ് ഈ പുസ്തകത്തിന്റെ പേര്. സുവിശേഷത്തിന്റെ വിശദീകരണം. അപ്പൊ ക്രിസ്തുവിന്റെ ജനനം, മരണം, ഉയർപ്പ്, ഇതാണ് സുവിശേഷം. അതിന്റെ എക്സ്പ്ലനേഷനാണ് റോമാലേഖനം. അതിന്റെ എക്സ്പ്ലനേഷൻ 1 മുതൽ 8 വരെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അത് കൺക്ലൂഡ് ചെയ്യുന്ന, അവസാനിപ്പിക്കുന്ന വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുകയാണ്. ഇത് സംബന്ധിച്ച് നാം എന്തു പറയേണ്ടു? ഒരു ചോദ്യം. ഏത് സംബന്ധിച്ച്? ഇന്നത്തെ ഭാഷ പറയാം, ഇന്ന് നമ്മൾ ഇതുവരെ ചിന്തിച്ചത് വെച്ചോണ്ട് പറയാം. സുവിശേഷം സംബന്ധിച്ച് നാം എന്താ ഇനി പറയണ്ടേ? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാണ്. അപ്പൊ ഒരു ചോദ്യം തിരിച്ചു ചോദിക്കണം. ദൈവം ആർക്കാ അനുകൂലം? സുവിശേഷം വിശ്വസിച്ചോ? ദൈവം വിശുദ്ധന്മാർക്ക് അനുകൂലമെന്നല്ല, സുവിശേഷം വിശ്വസിച്ചവർക്ക്, ദൈവവചനം അംഗീകരിച്ചവർക്ക് ദൈവം അനുകൂലമാണ്. എന്തുകൊണ്ട് താഴെ എഴുതിയിരിക്കുന്നു, സ്വന്തം പുത്രനെ ആദരിക്കാതെ പാപികളായ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുന്നു. സഹോദരങ്ങളെ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചപ്പോൾ നമ്മൾ വിശുദ്ധരല്ല, നമ്മൾ നല്ലവരല്ല, നമ്മൾ നന്മയൊന്നുമില്ല. നാം പാപികളായതുകൊണ്ടാണ് കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചത്. അപ്പൊ പാപിയായിരുന്നപ്പോൾ നിനക്ക് വേണ്ടി മരിച്ചെങ്കിൽ വിശ്വാസിയായി കഴിയുമ്പോൾ നിന്നെ തള്ളിക്കളയുമോ? പൗലോസിന്റെ ചോദ്യം. പാപിയായിരിക്കുമ്പോൾ നിനക്ക് വേണ്ടി മരിച്ചെങ്കിൽ വിശ്വാസത്തിൽ വന്ന ശേഷം നിന്നെ തള്ളിക്കളയുമോ? ഒരിക്കലും ഇല്ല. നിനക്ക് എന്തിനെങ്കിലും കുറവ് വരുമോ? ഇല്ല. നീ ലജ്ജിച്ചു പോകേണ്ടി വരുമോ? ഇല്ല. അതവിടെ എഴുതിയിരിക്കുന്നത്. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? അടുത്ത വാചകം കേട്ടോണം. ദൈവം തെരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും എന്ന് പറഞ്ഞാൽ സുവിശേഷത്താൽ രക്ഷിക്കപ്പെട്ടവനെ കുറ്റം ചുമത്താൻ ലോകത്തിൽ ആർക്കും പറ്റത്തില്ല. കാരണം സുപ്രീം കോടതി വെറുതെ വിട്ടവനെ കീഴ്ക്കോടതിക്ക് ചോദ്യം ചെയ്യാൻ അവകാശമില്ല. സ്വർഗത്തിലെ ദൈവം യേശു ക്രിസ്തുവിൽ കൂടെ നിന്റെ പാപം ക്ഷമിച്ചാൽ പിന്നെ നിന്നെ പാപി എന്ന് വിളിക്കാൻ ഒരു കോടതിക്ക് കഴിയത്തില്ല. അടുത്ത വാചകം കേട്ടോ. ക്രിസ്തു യേശു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. അവൻ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിന്റെ ജനനം, ക്രിസ്തുവിന്റെ മരണം, ക്രിസ്തുവിന്റെ ഉയർത്തം തീർന്നില്ല. ഉയർത്തെഴുന്നേറ്റ യേശു പിതാവിന്റെ സന്നദ്ധിയിൽ എനിക്ക് വേണ്ടിയും നിങ്ങൾക്ക് വേണ്ടിയും ഇന്ന് രാത്രിയിലും പക്ഷപാതം ചെയ്യുന്നു. ഇതെല്ലാം നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. അങ്ങനെയാണെങ്കിൽ ഈ രക്ഷ എത്ര വലുതാണ്, ഈ സുവിശേഷം എത്ര ശക്തിയുള്ളതാണ്, ഇത് വിശ്വസിച്ച നീ എത്ര ഭാഗ്യവാനാണ്. ഒരിക്കൽ കൂടെ കൈകൾ ഉയർത്തി ഹല്ലേലൂയ പറയാമോ? എഴുന്നേറ്റ് നിൽക്കാം, സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഞാൻ പറയുന്ന വാക്യം ചേർന്ന് ഉറക്കെ പറയണം. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാണ്. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? ക്രിസ്തുയേശു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. അവൻ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയും ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. നിങ്ങളുടെ അടുത്ത് നിൽക്കുന്ന ആൾക്ക് വേണ്ടി നിങ്ങൾ ഒരു നിമിഷം പ്രാർത്ഥിച്ചു. ഇന്ന് ഹോളിൽ വന്ന എല്ലാവരും ഈ രക്ഷ പ്രാപിക്കണം, എല്ലാവരും സൗഖ്യം പ്രാപിക്കണം, എല്ലാവരും നിത്യജീവൻ പ്രാപിക്കണം, എല്ലാവരും യേശുവിനെ അറിയണം, എല്ലാവരും കർത്താവിന്റെ ഉയർപ്പിന്റെ ശക്തി അറിയണം, എല്ലാവരും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. നിങ്ങൾ ഓരോരുത്തരും അനേകരെ രക്ഷയിലേക്ക് നയിക്കുന്നവരായി തീരണം. നിങ്ങളുടെ അകത്ത് വലിയൊരു പ്രകാശം ഇന്ന് രാത്രി ഉണ്ടാകണം. സുവിശേഷത്തോടുകൂടെ രോഗശാന്തിയുണ്ട്, സുവിശേഷത്തിൽ അത്ഭുതം അടങ്ങിയിട്ടുണ്ട്, സുവിശേഷത്തിൽ വിടുതൽ അടങ്ങിയിട്ടുണ്ട്,
സുവിശേഷം പ്രസംഗിച്ചിടത്തെല്ലാം യേശു ചെന്ന് രോഗികളെ സൗഖ്യമാക്കിയിട്ടുണ്ട്. ഇന്ന് രാത്രി ഇതെല്ലാം ഇവിടെ നടന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഇവിടെ വെച്ച് കർത്താവിനെ നിങ്ങൾ സ്വീകരിക്കേണ്ട സമയമാണ്. യേശുവിനെ സ്വീകരിക്കേണ്ട സമയമാണ്. പാപികൾക്ക് വേണ്ടി മരിച്ച യേശുവിനെ രക്ഷകനായി സ്വീകരിക്കേണ്ട സമയമാണ്. ഇത്തരയിൽ എന്നെ ഇത്രമേൽ സ്നേഹിപ്പാൻ എന്തുള്ളൂ ഞാനപ്പനേ. ഇത്തരയിൽ എന്നെ ഇത്രമേൽ സ്നേഹിപ്പാൻ എന്തുള്ളൂ ഞാനപ്പനേ. നിന്റെ ഉദ്ധാരണത്തെ ഞാൻ ഓർത്തു ദിനം പ്രതി സന്തോഷിക്കുന്നത്യന്തം. നിന്റെ ഉദ്ധാരണത്തെ ഞാൻ ഓർത്തു ദിനം പ്രതി സന്തോഷിക്കുന്നത്യന്തം. ചതുവടാം. ഇത്തരയിൽ എന്നെ ഇത്രമേൽ സ്നേഹിപ്പാൻ എന്തുള്ളൂ ഞാനപ്പനേ. ഇത്തരയിൽ എന്നെ ഇത്രമേൽ സ്നേഹിപ്പാൻ എന്തുള്ളൂ ഞാനപ്പനേ. നിന്റെ ഉദ്ധാരണത്തെ ഞാൻ ഓർത്തു ദിനം പ്രതി സന്തോഷിക്കുന്നത്യന്തം. നിന്റെ ഉദ്ധാരണത്തെ ഞാൻ ഓർത്തു ദിനം പ്രതി സന്തോഷിക്കുന്നത്യന്തം. പുത്രന്റെ സ്നേഹത്തെ ക്രൂശിന്മേൽ കാണുമ്പോൾ ശത്രുഭയം നീങ്ങുന്നു. എന്നെ മിത്രമാക്കിയിടുവാൻ കാണിച്ച നിൻ കൃപ എത്ര മനോഹരമേ. എന്നെ മിത്രമാക്കിയിടുവാൻ കാണിച്ച നിൻ കൃപ എത്ര മനോഹരമേ. പുത്രന്റെ സ്നേഹത്തെ ക്രൂശിന്മേൽ കാണുമ്പോൾ ശത്രുഭയം നീങ്ങുന്നു. എന്നെ മിത്രമാക്കിയിടുവാൻ കാണിച്ച നിൻ കൃപ എത്ര മനോഹരമേ. ഇത്തരയിൽ എന്നെ ഇത്രമേൽ സ്നേഹിപ്പാൻ എന്തുള്ളൂ ഞാനപ്പനേ. നിന്റെ ഉദ്ധാരണത്തെ ഞാൻ ഓർത്തു ദിനം പ്രതി നിന്റെ ഉദ്ധാരണത്തെ ഞാൻ ഓർത്തു ദിനം പ്രതി സന്തോഷിക്കും. കർത്താവിന്റെ സ്നേഹത്തെ രാത്രി നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? കൂടുതൽ ആളുകളൊന്നും വേണ്ട. ഇപ്പൊ ഇട്ടിരിക്കുന്ന ആ ഉടുപ്പ് മതി. ആ ഉള്ള വണ്ണോ ആ പൊക്കോ ആ വിദ്യാഭ്യാസവും മതി. നിനക്ക് വേണ്ടിയാ യേശു മരിച്ചത്. കുഞ്ഞെ, നിനക്ക് വേണ്ടിയാ യേശു മരിച്ചത്. അതിനകത്ത് നിന്റെ പാപത്തിന് പരിഹാരമുണ്ട്, നിന്റെ ശാപത്തിന് പരിഹാരമുണ്ട്, നിന്റെ രോഗത്തിന് സൗഖ്യമുണ്ട്, നിനക്ക് നിത്യജീവനുണ്ട്. അത് ഇന്ന് ഇവിടെ വെച്ച് തരികയാണ്. സുവിശേഷം പ്രസംഗിക്കുമ്പോൾ യേശു അവിടെ ഇറങ്ങി വരിക. അവർ പ്രസംഗിച്ചു, അവൻ അവരുടെ കൂടെ പ്രവർത്തിച്ചു. അവരാൽ നടന്ന അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചു. ഈ പറഞ്ഞ 1.5 മണിക്കൂർ പറഞ്ഞ വചനം ഇപ്പോൾ ഇവിടെ ഉറപ്പിക്കപ്പെടാൻ പോവുകയാണ്. നിനക്കൊരു അടയാളം വേണമെങ്കിൽ നീ പ്രാർത്ഥിച്ചോ. ഒരു അടയാളം ഇന്ന് രാത്രി യേശു നിനക്ക് തരും. നിന്റെ ശരീരത്തിൽ ഒരു വിടുതൽ ഇന്ന് രാത്രി യേശു നിനക്ക് തരും. നിന്റെ കണ്ണിന് കാഴ്ച ഇന്ന് രാത്രി കർത്താവ് നിനക്ക് തരും. നിന്റെ ചെവിക്ക് കേൾവി ഇന്ന് രാത്രി കർത്താവ് തരും. നിന്റെ ഹാർട്ടിന് ഇന്ന് രാത്രി ഒരു പുതിയ ജീവൻ തരും. നിന്റെ അസ്ഥിക്ക് ഇന്ന് രാത്രി ഒരു സൗഖ്യം തരും. നിന്റെ തലവേദന ഇന്ന് രാത്രി യേശു സൗഖ്യമാക്കും. നിന്റെ ബോഡി പെയിൻ ഇന്ന് രാത്രി കർത്താവ് മാറ്റും. നിന്റെ നെർവസ് സിസ്റ്റത്തിന്റെ തകരാറും യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി സൗഖ്യമാകും.
രാത്രിയിൽ രാത്രി 12 വരെയും ഞാൻ രോഗിയായിട്ടിരിക്കുകയാണ്. ഞാൻ എന്റെ വീട്ടിൽ പറഞ്ഞു ഞാൻ യോഗത്തിന് പോകുന്നില്ല. പിള്ളേരെന്നോട് ചോദിച്ചു ടിക്കറ്റ് എടുത്തതല്ലേ, ടിക്കറ്റ് എങ്ങനെ ക്യാൻസൽ ചെയ്യും? ഞാൻ പറഞ്ഞു എനിക്ക് അറിഞ്ഞുകൂടെ, എനിക്ക് എഴുതിയിരിക്കാൻ വയ്യ. ഞാൻ അതുപോലെ പെയിൻ അനുഭവിക്കുകയാണ്. 12:30 മണിയായി. ഞാനും വൈഫും മോനും കൂടെ പ്രാർത്ഥിക്കാനിരുന്നു, വേറെ ആരുമില്ല. ഞങ്ങളൊരു പാട്ട് പാടി. നീ ഒഴികെ ഞങ്ങൾക്കു സുരലോകെ ആരുള്ളൂ ജീവദാതാ, നീ ഒഴികെ ഞങ്ങൾക്കു സുരലോകെ ആരുള്ളൂ ജീവദാതാ, നീ ഒഴികെ ഇഹത്തിൽ മറ്റാരുമിൽ ആശ്രയിപ്പാൻ വരേ. ആ വരി പാടിയപ്പോൾ ഞങ്ങളുടെ കൊച്ചു മുറിക്കകത്ത് ഒരു വലിയ ആത്മപ്രവാഹം ഉണ്ടായി. ഇത് പറയാതിരുന്നതല്ല, പക്ഷെ നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതത്തിന് വേണ്ടി, ഒരു ഉറപ്പിന് വേണ്ടി പറയുക. ആ ഒരു വരി അരമണിക്കൂർ ഞങ്ങൾ പാടി. ആ സമയത്ത് എനിക്ക് മനസ്സിലായി യാത്ര ചെയ്യാൻ പറ്റും. നിങ്ങൾക്കറിയാമോ, അതിനുശേഷമാണ് ഞാൻ എന്റെ ഷർട്ട് പെട്ടിക്കകത്ത് എടുത്തു വെച്ചത്. ഇന്ന് രാത്രി ഇതേ യേശു നിന്നെ സൗഖ്യമാക്കാൻ ഇവിടെ ഇറങ്ങി വന്നിരിക്കുക. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നു. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുന്നവരുന്ന് കൈ ഉയർത്തി പിടിച്ചേ. Praise the Lord, praise the Lord. എന്തു ഞാനേകിടും നിന്നുടെ പേർക്കായി, ചിന്തിക്കുകിൽ വെറും ഏഴ ഞാനല്ലോ, ചിന്തിക്കുകിൽ വെറും ഏഴ ഞാനല്ലോ. ഒന്നുമെനിക്കിനി വേണ്ട ഈ പാരിൽ, ഒന്നുമെനിക്കിനി വേണ്ട ഈ പാരിൽ, അങ്ങനെ മാത്രം സേവിക്കും സേവിക്കും സേവിക്കും, അങ്ങേ മാത്രം സേവിക്കും സേവിക്കും സേവിക്കും. ആശ്ചര്യമേ ഇത് ആരാൽ വർണ്ണിച്ചിടാം, ആശ്ചര്യമേ ഇത് ആരാൽ വർണ്ണിച്ചിടാം. കൃപയേ 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 കാൽക്കരങ്ങൾ ഇരുമ്പാണികളാലേ, കാൽക്കരങ്ങൾ ഇരുമ്പാണികളാലേ ചേർത്തടിച്ചു പരനെ മരക്കുരിശിൽ, ചേർത്തടിച്ചു പരനെ മരക്കുരിശിൽ. തൂങ്ങിക്കിടക്കുന്നു തൂങ്ങിക്കിടക്കുന്നു എനിക്കായി മരിച്ചു മരിച്ചു മരിച്ചു, എനിക്കായി മരിച്ചു മരിച്ചു മരിച്ചു. തൂങ്ങിക്കിടക്കുന്നു തൂങ്ങിക്കിടക്കുന്നു എനിക്കായി മരിച്ചു മരിച്ചു മരിച്ചു, എനിക്കായി മരിച്ചു മരിച്ചു മരിച്ചു, എനിക്കായി മരിച്ചു മരിച്ചു മരിച്ചു, എനിക്കായി മരിച്ചു മരിച്ചു മരിച്ചു. കൈകൾ ഉയർത്തിക്കൊണ്ട്
എന്തു ഞാനേകിടും നിന്നുടെ പേർക്കായുകൊണ്ട് എന്തു ഞാനേകിടും ചിന്തിക്കുകിൽ വെറുവേഴ ഞാനല്ലോ ചിന്തിക്കുകിൽ ദൈവത്തിനെ സ്നേഹിച്ച ഈ ലോകത്തിൽ കൊണ്ടുവന്നിട്ടോ